الحمد لله رب العالمين. الحمد لله الذي لم يزل ولا يزال حيا قيوما عالما قديرا مدبرا سميعا بصيرا. أحمده سبحانه وتعالى وأستغفره وأشهد أن لا إله إلا الله وحده لا شريك له وأكبره تكبيرا. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله الذي أرسل إلى الناس كافة بشيرا ونذيرا. صلى الله على محمد وعلى آله وأصحابه وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. സമാദരണീയരായ ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ത്യനാൾ അടുക്കുമ്പോൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ ലോകമെല്ലാം ഒരു ദിവസം അസ്തമിക്കും, അത് ഉറപ്പായ കാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് ചില അടയാളങ്ങൾ അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കലാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതോ പ്രവചിച്ചതോ ഈ ലോകത്ത് നടക്കാതെ ഈ ലോകം അസ്തമിക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നടക്കുക തന്നെ ചെയ്യും. അതുപോലെയാണ് ഈ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് ഈ ലോകത്തെ തകർക്കാനുള്ള വൈറസ് എന്ന വണ്ണം മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ സൂർ എന്ന് പറയുന്ന ഒരു കാഹളം അല്ലാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചു. അത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് ഏറ്റെടുത്ത് അർശിലേക്ക് കണ്ണും നട്ട് അല്ലാഹുവിന്റെ വിധി, അവന്റെ കൽപ്പന വരുന്നത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് അസൂർ. ഏത് സമയത്തും അള്ളാന്റെ കൽപ്പന വന്നാൽ അത് അപ്പോഴേ ഊതുക, മൊത്തം തകർന്നു പോകും. അപ്പോൾ അത് തകരുന്നതിന് മുമ്പ് പല അനുഭവങ്ങളും സംഭവങ്ങളും ഈ ലോകത്ത് നടക്കും എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചൂട്, നമ്മൾ ഈ അനുഭവിക്കുന്ന ചൂട്, കേരളം എന്നൊക്കെ പറയുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെയാണ് പറയുന്നത്. അറബികൾ പോലെ ഖൈറുള്ള 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 ഖൈറുള്ള, അള്ളാന്റെ ഖൈറുള്ള സ്ഥലം, അള്ളാന്റെ ഖൈർ, അള്ളാന്റെ ഖൈർ. ഈ ഖൈറുള്ള ഖൈറുള്ള എന്ന് പറഞ്ഞ് കേരള കേരള എന്ന് ലോപിച്ചു വന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ കേരളത്തിലൊക്കെ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. അതിനെല്ലാം വ്യതിയാനം സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ വല്ലാത്ത ചൂട്, കഠിനമായ ചൂട്. എത്ര മഴ കിട്ടിയാലും വെള്ളം നമുക്ക് മതിയാവുകയില്ല. ആ അവസ്ഥയിലേക്ക് ദുനിയാവ് നമുക്ക് കേരളത്തിന്റെ അവസ്ഥകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മഹാരാഷ്ട്രയിലൊക്കെ വെള്ളത്തിന് വേണ്ടി അടി വഴക്കാണ്. അത് ഖിയാമത്തിന് അടയാളമാണ്. വെള്ളത്തിന് വേണ്ടി വഴക്കുണ്ടാകും, അടിയുണ്ടാകും. അത് ഖിയാമവുമായി ബന്ധപ്പെടുത്തി നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനമാണ്. ഈ അടുത്ത സമയത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചു കാണും,
ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു സഹോദരൻ ഒരു കവിള് വെള്ളം ആരുടെയോ കൂട്ടത്തിലുള്ള കൂടെ ഉള്ള സഹയാത്രികരുടെ അവർ കുടിച്ചു വെച്ച ബോട്ടിൽ നിന്ന് 2 കവിള് വെള്ളം കുടിച്ചതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ 4 പേര് ചേർന്ന് മർദ്ദിച്ച് ആ ട്രെയിനിൽ വെളിയിൽ ഗ്രില്ലിൽ ജനാലയിൽ കെട്ടിയിട്ടു 4 മണിക്കൂർ സമയം ആ ചെറുപ്പക്കാരനെ കൊണ്ട് ട്രെയിൻ ഓടി. വെള്ളം കുടിച്ചതിന്റെ പേരിൽ, വെള്ളം കുടിച്ചതിന്റെ പേരിൽ. അമേരിക്കയിലോ ലണ്ടനിലോ നടന്ന സംഭവമല്ല, ഇന്ത്യ രാജ്യത്ത് നടന്ന സംഭവമാണ്. വെള്ളം കുടിച്ചതിന്റെ പേരിൽ മരിക്കാൻ പോകുന്ന മനുഷ്യൻ 2 കവിള് വെള്ളം കുടിച്ചതിന് അവന്റെ ദുനിയാവിലത് ശിക്ഷ. അപ്പൊ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നാം കുടിക്കുന്ന വെള്ളത്തിന് നാളെ എത്ര ഹിസാബ് പറയണം എന്ന് ആലോചിച്ച് നോക്കി. ഇത് തന്നെ ഒരു തെളിവല്ലേ, ഏറ്റവും വലിയ തെളിവല്ലേ? നാളെ ആദ്യമായിട്ട് റബ്ബിന്റെ മുന്നിൽ നമ്മളെ കൊണ്ട് നിർത്തപ്പെടുമ്പോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം പ്രഥമമായി ഈ വെള്ളത്തെ കുറിച്ചാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന അവ്വല മാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈം ഫയുഖാലു ലഹു അലം നുസഹ്ഹി ജിസ്മക വനുറവ്വിക മിനൽ മാഇൽ ബാരിദ് ഔ കമാ ഖാല റസൂലുള്ളാഹി. നാളെ മഹ്ശറിൽ ആദ്യമായി ഒരു ദാസനോട് ചോദിക്കപ്പെടുന്നത് മിനൻ നഈം, അല്ലാഹു അവന് നൽകിയ അനുഗ്രഹത്തെ കുറിച്ചാണ്. നിഅമത്ത്. ഫയുഖാലു ലഹു, അവനോട് ചോദിക്കപ്പെടുമത്രേ, അലം നുസഹ്ഹി ജിസ്മക, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയില്ലേ? ആരോഗ്യം ഇതൊക്കെ ചോദ്യമുള്ള കാര്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ദുനിയാവിൽ എന്തെല്ലാം വഴികളാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യത്തിന് നമ്മൾ എന്ത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന കാര്യം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചെയ്യണ്ട. നാളെ അള്ളാഹ് ഇതിനെ കുറിച്ച് ചോദിക്കും. അലം നുസഹ്ഹി ജിസ്മക, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയില്ലേ? രണ്ടാമത്തെ ചോദ്യം, വനുറവ്വിക മിനൽ മാഇൽ ബാരിദ്, നിനക്ക് നാം തണുത്ത വെള്ളം നൽകിയില്ലേ? നിന്റെ തൊണ്ടയെ നനപ്പിക്കാൻ, നിന്റെ ക്ഷീണം ശമിപ്പിക്കാൻ തണുത്ത വെള്ളം നിനക്ക് നാം നൽകിയില്ലേ? ചോദ്യം തണുത്ത വെള്ളത്തെ കുറിച്ച് നാളെ ചോദ്യം ഉണ്ടാകും. അപ്പൊ ഈ വെള്ളത്തെ കുറിച്ച് നാളെ ആഖിറത്തിൽ ചോദ്യം ഉണ്ടാകും. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒരു കവിൾ വെള്ളം കുടിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് ട്രെയിനിൽ ക്രൂരമായി പീഡിപ്പിച്ചുവെങ്കിൽ നാളെ ആഖിറത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന പീഡനം എന്തായിരിക്കും? ഹിസാബ്. ഹിസാബ്. വെള്ളം കുടിക്കുന്നതിനെല്ലാം ഹിസാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്ന് അബുൽ ഹൈസമിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി പട്ടിണി കിടന്നു. ആ പട്ടിണി ഒന്ന് മാറ്റിയതിന്റെ പേരിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ കുടിച്ച വെള്ളം, ഈ കഴിച്ച ഭക്ഷണം നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ചോദ്യമാണ്. പടച്ചവന്റെ മുന്നിൽ ഇത് നാളെ ഇതിനെക്കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ ഇതിന്റെ പേരിൽ നാളെ റബ്ബ് പിടിച്ചു നിർത്തും. അല്ലാഹു റസൂൽ പറഞ്ഞു വെക്കാൻ. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ബഹുമാനപ്പെട്ട നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും വയറ് നിറച്ച് കഴിച്ച ഭക്ഷണം കുടിച്ച വെള്ളത്തിന് വേണ്ടി നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വെള്ളമാണ് പാഴാക്കി കളയുന്നത്. അതുകൊണ്ട് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ചാൽ ദുആ ചെയ്യും, അൽഹംദുലില്ലാഹില്ലദീ സഖാനാ അസ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുവേ കയ്പ് വെള്ളമോ ഉപ്പുവെള്ളമോ തരാതെ മധുരമായ സുഗതമായ ശുദ്ധമായ വെള്ളം നൽകി ഞങ്ങളെ നീ സഹായിച്ചാണ്. ദാഹം ശമിപ്പിച്ചവനാണ്. നിനക്ക് നിഖിലസ്തുതി അഖിലസ്തുതി അൽഹംദുലില്ലാഹ്. നമ്മളങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ആ ഹിസാബ് നാളെ കുറഞ്ഞു കിട്ടും. നമ്മുടെ ഹിസാബ് കുറയാൻ ഇതൊരു വഴിയാണ് നമുക്കത്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ദുനിയാവിൽ വെച്ച് തന്നെ ഈ വെള്ളത്തിനെ കുറിച്ച് ചോദ്യമുണ്ടാകുമെങ്കിൽ ഈ വെള്ളത്തിന്റെ പേരിൽ അടിയുണ്ടാകുന്നതും അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അന്ത്യനാൾ അടുക്കുമ്പോൾ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ വിഷയം.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇരിക്കുന്ന സദസ്സിൽ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദ ബിഹൽഖതി ബാബിൽ കഅബ, കഅബയുടെ ഖില്ല പിടിച്ച് ثم أقبل على وجهه على الناس, ജനങ്ങളുടെ നേരെ നബിയുന റസൂലുള്ളാഹി തങ്ങളെ നിൽക്കുകയാണ്. ഫഖാല, ഹബീബായ തങ്ങളെ പറയുകയാണ്, യാ മഅശറൽ മുസ്ലിമീൻ ഇന്ന മിൻ അശ്റാത്തിൽ ഖിയാമ ഇമാതത്തുസ് സ്വലാഹ് വത്തിബാഉസ് ശഹവാത്ത് وتكون أمراء خوناء ووزراء فسقاء أو كما قال رسول الله صلى الله عليه وسلم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ ഖില്ല പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരുന്ന സഹാബാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ പ്രഭാഷണമാണ്. ഏ സഹാബാക്കളെ, ഏ മുഹാജിരീങ്ങളെ, ഏ അൻസാരികളെ, ഇന്ന മിൻ അശ്റാത്തിസ്സാഅ, അന്ത്യനാളിന്റെ അടയാളമാണ്. അന്ത്യനാൾ അടുക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഉദാഹരണങ്ങളാണ് ഇബാദത്തുസ് സ്വലാഹ്, നമസ്കാരം പാഴാക്കൽ. ഏറ്റവും വലിയ അടയാളം അതാണ്. ഏറ്റവും വലിയ അടയാളം അതാണ് നമസ്കാരം പാഴാക്കുക എന്നുള്ളത്. ഖിയാമത്തിന്റെ അടയാളം അത്. അന്ത്യനാളുമായിട്ട് അടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിമും കാഫിറും നമ്മളെ വ്യത്യാസം വേണ്ടേ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. നമസ്കാരത്തെ പാഴാക്കൽ ഖിയാമത്തിന്റെ അടയാളമാണ്, അന്ത്യനാളിന്റെ അടയാളമാണ്. വെറുതെ അല്ല നബി തങ്ങൾ പറഞ്ഞത്. ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഹത്താ യമറ റജുലു ബിൽ മസ്ജിദ്, പള്ളിയുടെ ഓരത്തുകൂടി ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നത് വരെ ലാ യുസല്ലി ഫീഹി റകഅതൈൻ, ആ പള്ളിയിൽ കയറി 2 റകഅത്ത് നമസ്കരിക്കുകയേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി പള്ളിയുടെ പരിസരത്ത് കൂടെ നമ്മുടെ പുരയിൽ വീട്ടിലേക്ക് പോകും. നമ്മുടെ വീട് പള്ളിയുടെ ഖബറിന്റെ ശ്മശാനത്തിന്റെ മയ്യത്തടക്കുന്ന സ്ഥലത്തിന്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. പെട്ടെന്ന് വണ്ടിയിൽ വന്ന് ഹൈവേയിൽ ഇറങ്ങിയിട്ട് നമുക്ക് പള്ളിയുടെ ഖബറിന്റെ മയ്യത്തടക്കുന്ന സ്ഥലം വഴി കടന്നാൽ അപ്പുറത്ത് കടക്കാൻ കഴിയും. ആ പള്ളിയുടെ ഫ്രണ്ടിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ മഗ്രിബ് നമസ്കാരം നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇശാ നമസ്കാരം നടക്കുകയായിരിക്കും. ലാ യുസല്ലി ഫീഹി റകഅതൈൻ, ആ പള്ളിയിൽ കയറി 2 റകഅത്ത് നമസ്കരിക്കുകയില്ല. അവൻ പള്ളിയുടെ സൈഡിലൂടെ നടന്നു പോകും. ആ മസ്ജിദിൽ നമസ്കാരം നടന്നാൽ പോലും ആ ചെറുപ്പക്കാരൻ ആ പള്ളിയിൽ കയറി നമസ്കരിക്കാത്ത ഒരു കാലഘട്ടം സഹാബത്തെ നിങ്ങൾ കണ്ടാൽ ഖിയാമത്തിന്റെ അടയാളമാണ്, ഖിയാമത്തെ പ്രതീക്ഷിക്കലാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളികൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പള്ളിക്ക് വല്ല പഞ്ഞുണ്ടോ? പള്ളികൾക്കൊരു പഞ്ഞമില്ല. പള്ളികൾ വഴികളോറും പള്ളികളാണെന്ന് അങ്ങനെ ഉണ്ടാവുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. മസ്ജിദുകൾ അധികരിക്കും, മസ്ജിദുകൾ അധികരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ വഴിയോരങ്ങളിൽ പള്ളികൾ അമിതമാകും, അധികമാകും. ഇഷ്ടം പോലെ പള്ളികൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇദാ സഖറഫ്തും മസാജിദകും വഹല്ലൈതും മസാഹിഫകും ഫദ്ദിമാറു അലൈക്കും, പള്ളികളെ മോടി പിടിപ്പിക്കുകയും മുസ്ഹഫുകളെല്ലാം ആലങ്കാരികമായ ശൈലിയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം കണ്ടാൽ ഫദ്ദിമാറു അലൈക്കും, നിങ്ങൾ രക്തച്ചൊരിച്ചിൽ പ്രതീക്ഷിച്ചു കൊള്ളണേ സഹാബത്തെ. പള്ളികൾക്ക് വേണ്ടി നടി ഉണ്ടാവുമല്ലേ, പള്ളികളുടെ വരുമാനത്തിന് വേണ്ടി അടി ഉണ്ടാവുമല്ലേ, അതൊക്കെ തന്നെയാണ് എന്റെ അർത്ഥം. പള്ളികൾക്ക് വേണ്ടി പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി അടി ഉണ്ടാവുകയാണ്. ഇത് നമ്മുടെ എ ഗ്രൂപ്പിന്റെ പള്ളി, ബി ഗ്രൂപ്പിന്റെ പള്ളി. പള്ളി ചാവിയിട്ട് പൂട്ടുക, നിസ്കരിക്കാൻ വരാൻ സമ്മതിക്കൂല, നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല. എത്ര പള്ളി? അല്ലാഹുവിന്റെ പള്ളിയല്ലേ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ ഭവനം അത് അവനെ അല്ലാതെ മറ്റാരെ ആരാധിക്കാൻ പാടില്ല. അവനെ ആരാധിക്കാൻ വേണ്ടി പള്ളികൾ തുറക്കുന്നില്ലല്ലോ, ബാങ്ക് വിളിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ.
ആരാ സമ്മതിക്കാത്തത്? മുസ്ലിങ്ങളല്ല, മുസ്ലിമീങ്ങൾ പള്ളി പൂട്ടിയിടുകയാണ്. ഭയങ്കരമായ പൂട്ടുകൊണ്ട് പൂട്ടിയിടുകയാണ് പള്ളികൾ. പരിശുദ്ധ ഹബീബ് പറഞ്ഞ വാക്കാണ്, എന്റെ വാക്കല്ല. ഇദാ സഖറഫ്തും മസാജിദകും, നിങ്ങളുടെ പള്ളികൾ നിങ്ങൾ മോടി പിടിപ്പിക്കുകയാണ്. മാ ഉമിറതു ബിതശ്യീദിൽ മസാജിദ്, പള്ളികൾ ആലങ്കാരികമായ നിലയിൽ അടിച്ചു പൊളിച്ചു പണിയുവാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടില്ല. പള്ളി കൊണ്ട് ഫഖ്റടിക്കാൻ നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യതബാഹന്നാസു ബിൽ മസാജിദ്, പള്ളികൾ കൊണ്ട് ജനങ്ങൾ പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. മസ്ജിദ് കൊണ്ട് പ്രൗഢി നടിക്കും. ഞങ്ങളുടെ പള്ളി 5 കോടിയുടെ പള്ളി. ഓ, ഞങ്ങൾ നേരിട്ട് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളാണ്. നിങ്ങളൊക്കെ എവിടുന്ന് വാങ്ങിയതല്ലേ? ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നാണ്. ഇവിടുന്ന് കൊണ്ടുവന്നു. ഞങ്ങളുടെ 9 മിനാരാണ്. ഞങ്ങളുടെ തെൽക്കാശത്തും കാമില 10 ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നറായത്തോ അഹദാശ്ര കോക്കുവ, ഞങ്ങളെ യൂസുഫ് കണ്ട പോലെ 11 മിനാര ഞങ്ങളുടെ പള്ളിക്കുള്ളത്. ഇന്ന ഇന്നത്തെ ശൂര് എന്തല്ല ഇതിനാശ്രയ അള്ള ഖുർആനിൽ 12 മാസം ഉണ്ടെന്ന് പറഞ്ഞൊരു വർഷം. അതുകൊണ്ട് 12 മിനാരുള്ള പള്ളിയാണ് ഞങ്ങളുടെ പള്ളി. അങ്ങനെ എല്ലാം ഖുർആനായതുകൊണ്ട് കളിയാ, എല്ലാം ഖുർആൻ കൊണ്ടുള്ള കളി തന്നെയാണ്. അല്ലാത്ത കളിയില്ലല്ലോ ഇവിടെ. ആര് എന്ത് ചീത്ത വിളിച്ചാലും ഖുർആൻ തന്നെ, കള്ളം പറഞ്ഞാലും ഖുർആൻ, പള്ളു പറഞ്ഞാലും ഖുർആൻ, കള്ളു പറഞ്ഞാലും ഖുർആൻ, എല്ലാം ഖുർആൻ. ഒട്ടക ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇലക്ഷന്റെ സമയം ഒട്ടക ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യണം. അന്ന് തന്നെ പറഞ്ഞില്ല ഒട്ടകത്തെ എന്തിനാ സൃഷ്ടിച്ചേ, കണ്ടില്ലേ? ഒട്ടകത്തെ ചിഹ്നം എല്ലാം കൊണ്ട് കളിയാണ് ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ ഉപയോഗിക്കാതെ അതിങ്ങനെ സൂക്ഷിച്ച് ഷോക്കേസിൽ കാണാൻ ഒരു കാഴ്ച വസ്തു പോലെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഇന്ന്. ഖുർആനിന്റെ എക്സിബിഷൻ, ഖുർആന്റെ എക്സിബിഷൻ ഒക്കെ അല്ലേ നമ്മുടെ കാലഘട്ടത്തിൽ. ഇതൊക്കെ കണ്ടില്ലേ? കാണല്ലോ, ചെറിയ ഖുർആൻ, ഇത് ഭൂതക്കണ്ണാടി വേണം, ഇത് വലിയ ഖുർആൻ, ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ. മനുഷ്യൻ ഇതുകൊണ്ടൊന്നും ഫഖ്റടിക്കാണ്. ഖുർആൻ എന്തിനുള്ളതാണ്? ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ്. ഇത് ചെറിയ ഖുർആൻ, ഇത് അവിടുത്തെ ഖുർആൻ, ഇത് ഒമാനിലെ ഖുർആൻ, ഇത് അവിടുന്നിട്ട് ഇന്ന രാജാവ് എഴുതിയത്, ഇത് ഇയാൾ എഴുതിയത്, അത് അങ്ങേരുടെ കൈ കൊണ്ട് എഴുതിയത്. ആരെഴുതിയാലും അള്ളാന്റെ അല്ലേ കലാമും? അതിനപ്പുറത്തൊരു കലാമൊന്നും ഇല്ലല്ലോ. അള്ളാഹുന്റെ അല്ലേ കലാം, പടച്ചവന്റെ അല്ലേ കലാം. അത് അള്ളാഹ്, അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ തെളിവല്ലേ. അള്ളാന്റെ കലാമാകുമ്പോ പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ സംശയമൊന്നുമില്ലല്ലോ. പക്ഷെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പാരായണം ചെയ്യപ്പെടാതെ അതെല്ലാം കൊണ്ട് കണ്ണാടിപ്പെട്ടിക്ക തലമാരിയിൽ സൂക്ഷിച്ചിട്ട് ജനങ്ങളെ ക്യൂ നിന്ന് പാസ് എടുത്തിട്ട് ജനങ്ങൾ വന്നത് കണ്ട് രസിക്കുകയാണ് ഖുർആൻ. ഇത് കണ്ടോ, ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ, ഏറ്റവും വലിയ ഖുർആൻ. ബഹ്റൈനില് ഏറ്റവും വലിയ ഖുർആനിന്റെ ഭയങ്കരമായൊരു മ്യൂസിയം. ലോകത്തെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും സ്വർണ്ണ ലിപിയിലുള്ള ഖുർആൻ അടക്കം പണ്ടുള്ള കാലഘട്ടത്തിൽ എല്ലാം അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ആസ്വദിക്കല്ലാതെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാറില്ലല്ലോ. അതൊക്കെ നല്ല അലങ്കരിച്ച് നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കാൻ. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഫത്തിമാറുഅലൈക്കും, നിങ്ങൾ രക്തച്ചൊരിച്ചിലിനെ പ്രതീക്ഷിക്കണമേ. മറ്റൊരു ഹദീസിൽ നബി റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യഖൂലുൽ മസ്ജിദു വൽ മുസ്ഹഫ്, നാളെ ഖിയാമത്ത് നാളിൽ ജാഅ യൗമൽ ഖിയാമത്തി അൽ മസ്ജിദു വൽ മുസ്ഹഫ്, യജിഉ യൗമൽ ഖിയാമത്തി അൽ മസ്ജിദു വൽ മുസ്ഹഫ് ഔ കമാ ഖാല റസൂലുള്ളാഹി. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പരാതിയുമായിട്ട് മസ്ജിദ് കടന്നു വരും, മുസ്ഹഫ് കടന്നു വരുമെന്ന് ഔ കമാ ഖാല ഹബീബായ റസൂലുള്ളാഹി. മസ്ജിദും ഖുർആനും നാളെ പരാതി പറയാൻ അള്ളാന്റെ കോടതിയിൽ വരും പോലും നാളെ. യഖൂലുൽ മസ്ജിദു, മസ്ജിദ് പറയുകയാണ്, യാ റബ്ബി, പടച്ചവനേ, ഖറബൂനി വഅത്തലൂനി വളയ്യഊനി, എന്നെ ഖറാബാക്കി കളഞ്ഞു അല്ലാ, എന്നെ പൂട്ടിക്കളഞ്ഞു അല്ലാ, താഴിട്ട് പൂട്ടിക്കളഞ്ഞു അല്ലാ, എന്നെ മലീമസപ്പെടുത്തി കളഞ്ഞു റബ്ബേ. പള്ളി നാളെ പറയും, പള്ളികളൊക്കെ പൂട്ടിയിടോ, പള്ളികളൊക്കെ ഗ്രൂപ്പിന്റെ പേരിൽ പ്രശ്നത്തിന്റെ പേരിലൊക്കെ അടച്ചിട്, നിസ്കരിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കണ്ട. നാളെ ഈ പള്ളികളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് സമാധാനം മറുപടി പറയാൻ പടച്ചവനിൽ ആവലാതിപ്പെടുകയാണ്.
ഖറബൂനി, എന്നെ ഖറാബാക്കി അല്ലാഹ്. വഅത്തലൂനി, എന്നെ നശിപ്പിച്ചു അല്ലാഹ്. വളയ്യഊനി, എന്നെ പാഴാക്കി അല്ലാഹ്. ഉടനെ യഖൂലുല്ലാഹു തബാരക വതആല, പടച്ചവൻ പറയുന്ന മറുപടി, അവരെ എന്നിലേക്ക് വിടേണമേ, ഞാൻ സ്വീകരിച്ചതാണ്. അപ്പ പള്ളി കമ്മിറ്റിക്കാരെല്ലാം വരും, എല്ലാരും വരേണ്ടി വരും, എല്ലായിടത്തിനും പൊക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹ് പള്ളി കമ്മിറ്റിയിൽ നിന്ന് കയറാൻ പറ്റിയ, പള്ളി കമ്മിറ്റിയിലുണ്ടോ? അല്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കയറാൻ പറ്റാൻ എന്തെല്ലാം പണികൾ നമ്മൾ ചെയ്യുന്നറിയോ? പള്ളിയുടെ കക്കൂസ് മോശമായിട്ട് കിടക്കാൻ, കക്കൂസിന്റെ ഡോറിന്റെ കൊളുത്തു പോയിട്ട് 9 മാസമായി. 9 മാസമായി ഡോറിന്റെ കൊളുത്തു പോയിട്ട്. ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണ് ആ കതവില്. നമ്മള് ഇറക്കുമതി ചെയ്യുമ്പോ ഇങ്ങനെ പിടിച്ചോണ്ട് വേണം ഇറക്കുമതി ചെയ്യാൻ. അതെങ്ങാനും വിട്ടുപോയാൽ നമ്മുടെ ഇറക്കുമതി എല്ലാം ബ്ലോപ്പായി പോയി സംഭവം. പിന്നെ നമ്മുടെ പള്ളിയിലെ കമ്മിറ്റിക്കാരുടെ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുന്ന കക്കൂസല്ല, കയറി ഇരുന്ന് ഇങ്ങനെ കറങ്ങി സാധിക്കാം. മസാജ് ചെയ്യുന്ന കക്കൂസുകളാണ്. 60,000 70,000 രൂപ ക്ലോസറ്റിന് കയറി ഇരുന്നെടുത്താൽ മതി, ഇങ്ങനെ മസാജ് ചെയ്യും, നല്ല മസാജ് ചെയ്യും. പേപ്പറുമായിട്ടല്ലേ കയറുന്നത്, കക്കൂസി കയറുന്നത് പേപ്പറുമായിട്ടാണ്. സമയമില്ലല്ലോ അങ്ങനെ കാലൊക്കെ ഇങ്ങനെ കവച്ച് വെച്ചോണ്ട് ഇങ്ങനെ വായിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കൂടെ പെണ്ണുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്താല് റാഹത്തായിട്ട് അതിനകത്ത് തന്നെ ഇരുന്ന് തിന്നാം, ഏറ്റവും നല്ല കാര്യമാണ്. കക്കൂസിന് വേണ്ടി മനുഷ്യൻ ചെലവാക്കുന്നത് 6 ലക്ഷം 7 ലക്ഷം റുപ്യ ഇല്ലേ? വെറുതെ ഒന്നുമല്ല. കക്കൂസിന് മനുഷ്യൻ ചെലവാക്കുന്ന 7 ലക്ഷം റുപ്യ 8 ലക്ഷം റുപ്യ. പാവപ്പെട്ടവനൊരു വീട് വയ്ക്കാം, ഇവൻ തൂറാൻ ചെലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവന് കിടക്കാനുള്ളൊരു വീടുണ്ടാക്കാം. 7 ലക്ഷം 8 ലക്ഷം രൂപ കക്കൂസ്. 60,000 70,000 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ ക്ലോസറ്റിന്റെ വില. നാലോചിക്കി ഈ നജീസ് ഒന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. പണ്ട് ഉമ്മമൊക്കെ നമ്മുടെയൊക്കെ സാധനം എടുത്തോണ്ട് പോകുന്നത് ന്യൂസ് പേപ്പറിലായിരുന്നു. 50 പൈസ വിലയുള്ള ന്യൂസ് പേപ്പറിനകത്താണ് നമ്മുടെ സാധനം. പക്ഷെ ഇപ്പൊ ആ സാധനത്തിന്റെ ഒക്കെ വിലയെ 1 ലക്ഷം രൂപയുടെ പാത്രത്തിനകത്തോടെ സഹായിച്ചു കൊടുക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇപ്പൊ നമ്മുടെ മഹല്ലുകളിലത്തെ കക്കൂസുകൾ, മഹല്ലുകളിലത്തെ മൂത്രപ്പുരകൾ, മഹല്ലുകളിലത്തെ ഇസ്തിൻജാഖാന, ഇതെല്ലാം വൃത്തിയാക്കണം നല്ലപോലെ. അതൊക്കെ ജമാഅത്തിന്റെ ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നാളെ ഇവരെയൊക്കെ വിളിച്ചോണ്ട് നിർത്തുമല്ല, ഓരോരോ പുള്ളിക്കാരെ കമ്മിറ്റിക്കാരെ ക്യൂ നിർത്തുമല്ല. അതാണ് മസ്ജിദ് അല്ലാഹുവിന്റെ മുന്നിൽ പരാതിപ്പെടുന്നത്. റബ്ബേ, ഞാൻ 1ാമത്തെ സഫിൽ ലൈറ്റായിരുന്നു, അത് അണഞ്ഞിട്ട് 13 വർഷമായി. ഒരു ലൈറ്റ് ഇടാൻ ഒരു കമ്മിറ്റിക്കാരൻ പോലും തയ്യാറായില്ല. ഉടച്ചവനെ ഫാൻ കറങ്ങാതായിട്ട് എത്ര ദിവസമായി, ഒരാൾ പോലും തയ്യാറായിട്ടില്ല. പൊക്കും, മൊത്തം പൊക്കും. 2ാമത്തെ നില പൊടി പിടിച്ച് ചെലന്തി വല പിടിച്ച് കിടന്നിട്ട് അതൊന്ന് വൃത്തിയാക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. അല്ലാഹ് പള്ളി പറയും, നമ്മളാരും പറയണ്ട. പള്ളിയിലെ ഹത്യ പറഞ്ഞ ഹത്യവനെ അപ്പഴെ പിരിച്ചുവിടും. ഇയാളുടെ ജോലിയൊക്കെ നിസ്കരിച്ചാൽ മതി, ഇവിടെ ചെലന്തി വല അടിക്കണം, അഴുക്ക് മാറ്റണം എന്നൊക്കെ ഉള്ളവർ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നിസ്കരിക്കുക, നിങ്ങളെ പാട്ടിന് പോവാം. ശരിയാണ്. ഉലമാക്കളുടെ വാക്കുകൾ സ്വീകരിക്കാത്ത ഒരു കാലഘട്ടം വരും, അത് അന്ത്യനാളിന്റെ അടയാളമാണ്. ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും. ലാ യുത്തബഉ ഫീഹിൽ ആലിമു വലാ യുസ്തഹയാ ഫീഹി മിനൽ ഹലീം വലാ യുവഖറൂനൽ കബീർ വലാ യുർഹമൂന സഗീർ വലാ യഅരിഫൂന മഅറൂഫാ വലാ യുൻകിറൂന മുൻകറാ യഖ്തുലു ബഅദുഹും ബഅദൻ അലാ ദുനിയാ ഉലൈക ശറാറു ഖൽഖില്ലാ فعليه لعنة الله يا سلمان أو كما قال رسول الله. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉഗ്ര പ്രഭാഷണം അന്ത്യനാളിനെ കുറിച്ച് നടത്തുകയാണ്. ഹബീബായ തങ്ങളെ പറയുകയാണ്, സൽമാൻ സൽമാൻ, ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും. സൽമാൻ, ലാ യുത്തബഉ ഫീഹിൽ ആലിമു, അന്ന് ഉലമാക്കളെ പിൻപറ്റപ്പെടുകയില്ല. സൽമാൻ, അന്ന് ഉലമാക്കളുടെ വാക്കുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. സൽമാൻ, ശരിയല്ലേ? ഇത്ര വലിയ കാര്യം. പള്ളി കമ്മിറ്റിക്കാരൻ പലിശ മേടിക്കുകയാണെങ്കിൽ ആ പള്ളിയിലെ ഹത്തീവിന് മിമ്പറിൽ വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ പറ്റുമോ? അന്ന് തീർന്ന അയാളുടെ പണി അതൊന്ന് ലാസ്റ്റ് അയാളുടെ ഒടുക്കത്തെ ഖുതുബായിരിക്കും. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശരി തന്നെയാണ്. നമ്മളത് പറയാൻ പറ്റൂലല്ലോ ഉസ്താദ്മാർക്ക്. അതുകൊണ്ടല്ലേ നമ്മളെ വാദന്മാര്, നമ്മളെ ആരും പിരിച്ചുവിടാനൊന്നുമില്ലല്ലോ. വാദം വേണ്ടെന്നല്ലേ പറയുള്ളൂ. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. ഒരു ദിവസം റെസ്റ്റ് കിട്ടും. മഴ പെയ്തപ്പോൾ ഒരു ദിവസം റെസ്റ്റ് കിട്ടുമെന്ന് ഓർത്താ മഴ പെട്ടെന്ന് അങ്ങ് പോയി. നമുക്ക് റായത്തായിട്ട് നമുക്ക് പറയാമല്ലോ. കള്ളുകുടിക്കാരൻ കമ്മിറ്റിയിലുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂല. പ്രസംഗിക്കാം, മുസ്ലിം എന്ന് പ്രസംഗിച്ചാൽ തീർന്ന്, അയാളുടെ പണി തീർന്ന്. ഖലാസ്, യാ അല്ലാഹ്.
പലിശ മേടിക്കുന്നവരുണ്ടെങ്കിൽ, ലോട്ടറി കച്ചവടക്കാരൻ ലോട്ടറി എടുക്കുന്നവരുണ്ടെങ്കിൽ ജുമാക്ക് നമുക്ക് പ്രഭാഷണം നടത്താൻ പറ്റൂല. പ്രസംഗിച്ചു കഴിഞ്ഞാൽ അയാളുടെ പണി തീർന്നു സംഭവം. പിന്നെ ഉലമാക്കൾ എന്താ പറയേണ്ടത്? ഉലമാക്കൾ പിന്നെ എന്താ പ്രസംഗിക്കേണ്ടത്? ഈ ജനങ്ങൾക്ക് അംറു ബിൽ മഅറൂഫ്, നന്മ ഉപദേശിച്ചു കൊടുക്കേണ്ട നന്മ ഏതാ ഒന്ന് പറ കേൾക്കട്ടെ. എന്താ പറയേണ്ടത്? നമ്മളിപ്പോ ഹറാമായ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അത് ഹറാം അല്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അത് പറഞ്ഞു തന്നെ തീർക്കണം, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ കാര്യം. അതങ്ങനെ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാകാതെ വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുത്തബഉ ഫീഹിൽ ആലിം വലാ യുസ്തഹയാ ഫീഹി മിനൽ ഹലീം. മാന്യന്മാരെ കണ്ടാൽ ബഹുമാനിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കാരണവർമാരെ, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളുള്ള നമ്മുടെ മഹല്ലുകളിലെ മുതിർന്നവരെയൊക്കെ കാണുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളടക്കം നാട്ടുകാരടക്കം ബഹുമാനിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബഹുമാനം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും. കമ്മിറ്റി ഓഫീസിലാകട്ടെ, പള്ളിയിലാകട്ടെ, മഹല്ലുകളിലാകട്ടെ, ആരെങ്കിലും ഒരു മുതിർന്ന ഒരു വ്യക്തി എഴുന്നേറ്റിന് എന്തെങ്കിലും പറഞ്ഞാൽ ജനങ്ങളെല്ലാം അത് അംഗീകരിക്കും. നമ്മുടെ നാട്ടിലെ കാരണവരാണ്, നമ്മളത് പറയുന്നത് കേൾക്കണം. ഇപ്പൊ എഴുന്നേറ്റ് ഇരികളവാ അവിടെ, ഇയാൾ പറയണേ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ചെറുപ്പക്കാരുണ്ട്, നീ കുറെ നാളായിട്ട് കസേര ഇരിക്കുള്ളൂ, നീ അവിടെ ഇരി, ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് അറിയാന്ന് പറയും. ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞ വാക്കല്ല, നിങ്ങൾ പറഞ്ഞ വാക്കാണ്. ഞാൻ പറഞ്ഞ വാക്കല്ല. സമ്മതിക്കൂല്ലോ, വയസ്സന്മാരുടെ വാക്ക് സ്വീകരിക്കൂലല്ലോ. നിങ്ങൾക്കിപ്പോ ഓർമ്മശക്തി ഇല്ല, നിങ്ങൾക്ക് ഷുഗർ 450, നിങ്ങളുടെ പ്രഷർ 650, നിങ്ങളവിടെ ഞങ്ങൾ ചെറുപ്പക്കാർ, ഞങ്ങൾ കാര്യം നിയന്ത്രിക്കും, നിങ്ങൾ ഒപ്പിട്ട് തന്നാൽ മതി. അവിടെ ഇരുന്ന് അയാള പിന്നെ പാവം പിടിച്ച മനുഷ്യങ്ങളെ എന്തോ ചെയ്യാൻ അയാൾ അമന്ന സെല്ലം എന്ന് പറഞ്ഞ ആളെ കസേര ഒതുങ്ങി അവിടെ ഇരിക്കും. സംഭവം വേറെ വഴിയില്ല. കാരണം പൊക്കിയെടുത്ത് കക്കൂസിന് വഴി തകർത്ത് കളയും. അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നന്മകൾ കണ്ടാൽ നന്മയായിട്ട് തിരിച്ചറിയൂല, മോശത്തരം കണ്ടാൽ അത് മോശമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. നന്മകൾ കണ്ടാൽ നന്മയാണെന്ന് മനസ്സിലാക്കാൻ അറിയില്ല. ഈ നന്മയാണ്, ഈ പറയുന്ന നന്മയാണ്, നല്ല കാര്യമാണ്, അതൊക്കെ എല്ലാവരും അതൊക്കെ പറയാം. നമ്മളിപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. മുതിർന്നവരെ ബഹുമാനിക്കുകയില്ല, കുഞ്ഞുമക്കളെ അവരോട് കരുണ കാണിക്കപ്പെടുകയുമില്ല. അധികാരത്തിന് വേണ്ടി കിടമത്സരമാണ്, പരസ്പരം തമ്മിലടിയാണ്, പാരവെപ്പാണ്. ഫഅലൈഹിം ലഅനത്തുല്ലാഹ്, സൽമാൻ, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്. ഉലൈക ശിറാറു ഖൽഖില്ലാഹ് ലാ യൻളുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി. ഈ ഭൂലോകത്തെ ഏറ്റവും ദുഷിച്ച ജനങ്ങളായിരിക്കും അവർ, ഈ ഭൂലോകത്തെ ഏറ്റവും നികൃഷ്ടമായ സമൂഹമായിരിക്കും അവർ. അള്ളാഹുവിന്റെ ശാപമാണ് അവരുടെ മേൽ, അള്ളാഹിന്റെ കോപമാണ് അവരുടെ മേൽ. അള്ളാഹു നാളെ അവരെ കടാക്ഷിക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല. അള്ളാഹു അവരോട് ഒരു കരുണയുടെ വാക്ക് പോലും പറയുകയില്ല. ചിന്തിച്ചോ, അള്ളാഹിന്റെ ശാപം അവർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി ഹബീബായ തങ്ങളുടെ വാക്കാണ്. ശ്രദ്ധിച്ചോളി. അപ്പൊ ഖിയാമത്ത് നാളിൽ ഈ മസ്ജിദ് വന്നിട്ട് പറയും, എന്നെ നശിപ്പിച്ചു അല്ലാഹ്, തകർത്ത് കളഞ്ഞു അല്ലാഹ്, നിസ്കരിക്കാൻ വന്നില്ല അല്ലാഹ്. പള്ളിയുടെ 40 വീട്ടിന്റെ ഉള്ളിലാണ് അല്ലാഹ് കിടക്കുന്നത്, എന്നിട്ട് അവൻ പള്ളിയിൽ വന്നില്ല. പഠിച്ചോനെ മസ്ജിദ് പറഞ്ഞോളൂ, നമ്മളൊന്നും പറയണ്ട. മസ്ജിദ് പറയുമല്ലോ, എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ജീവൻ കൊടുക്കും. ആ മസ്ജിദ് വിളിച്ചു പറയും, ജമാഅത്ത് നിസ്കാരം, ഇത് ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് പള്ളിയുടെ തൊട്ട് പരിസരത്ത് കിടന്നുറങ്ങി താമസിച്ച് ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് കടയിലിരുന്നിട്ട് ആ മസ്ജിദിൽ കയറി നിസ്കരിക്കാത്ത നിന്നെ കുറിച്ച് ഈ മസ്ജിദ് തന്നെ നാളെ റബ്ബിന്റെ മുന്നിൽ പരാതിപ്പെടും എന്ന് നബി റസൂലുള്ളാഹി. പള്ളിയിൽ നിസ്കരിക്കാൻ പോകേണ്ട ഖിയാമത്തിന്റെ അടയാളാണ്. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം പള്ളിയിലേക്ക് കടന്നു വരും. അവർ മസ്ജിദിലേക്ക് കടന്നു വരും. അവർ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയുടെ പോർട്ടിക്കോയിൽ, പള്ളിയുടെ സോപാനത്തിൽ, പള്ളിയുടെ പുറത്ത് വരാന്തയിൽ വട്ടം വട്ടമായിരിക്കും അത്രേ ഒരു വിഭാഗം ആളുകൾ. ഇനി കുറെ എണ്ണം പള്ളിയിൽ വന്നാലുള്ള ഗതികേടായത് സംഭവം.
ഇതിനെക്കാട്ടും നല്ലത് വീട്ടിലിരിക്കലാണ് ഏറ്റവും വലിയ ഖൈർ. പള്ളിയിൽ വന്നാലോ, അവര് പള്ളിയിൽ വന്നാൽ ഹൽക്ക നടത്താൻ പോവുകയാണെന്നായിരിക്കും നമ്മൾ ധരിക്കുന്നത്. എല്ലാ ഉപ്പാപ്പന്മാരും എല്ലാവരും വട്ടം കൂടി അവിടെ ഇരിക്കും. പോകുന്നവനെ മുഴുവൻ എവിടെ പോവാ, അരമണിക്കൂർ അമ്മ കുസ്താന്റെ ഇറച്ചി എന്നിട്ടും അവിടെ ഇരി, ഇതല്ല റാഹത്തായ പച്ചിറച്ചിയാണ്, കൊള്ളാം, അവിടെ ഇരി. വട്ടം കൂടി അവിടെ ഇരിക്കും. അവരുടെ ചർച്ച ദുനിയാവാണ്. ദുനിയാവിന്റെ മത്സരമാണ്, ആവേശമാണ്, അധികാരത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. ഇവരാണ് നമസ്കാരം കഴിഞ്ഞാല് പള്ളിയുടെ പോർട്ടിക്കോയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത്. നബിതങ്ങൾ പറയുകയാണ്, ലാ തുജാലിസൂഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജ, അവർ അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് അല്ലാഹുക്ക് യാതൊരു പുണ്യവുമില്ല. നിസ്കാരം കഴിഞ്ഞാൽ ചില ആളുകൾ പോവില്ല. പള്ളിയിൽ ചില ആളുകൾ ചോദിച്ചു, ഇവിടെ ആവശ്യമില്ലാതിരിക്കും, നിസ്കാരം കഴിഞ്ഞാൽ പുറത്തു പോയിക്കോണം. നിസ്കാരം കഴിഞ്ഞാൽ ഒരാളെ പോലും പള്ളിയിലേക്ക് കയറ്റാൻ സമ്മതിക്കൂല. പെട്ടെന്ന് അടച്ചു പൂട്ടിയിട്ട് സ്ഥലം കാലിയാക്കും. നമ്മൾ നഖംപള്ളി പുറംപള്ളി എന്നൊക്കെ പറഞ്ഞ് തുറന്നിടും. ആളുകൾക്ക് വന്ന് കിടന്നുറങ്ങാനും പിത്തിനെ പറയാനുള്ള പ്രത്യേക സൗകര്യം. ഇപ്പൊ പള്ളിയുടെ വെളിയിൽ കസേര ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പാർക്കോടുകൂടി കാറ്റോടുകൂടി നിങ്ങൾക്ക് പിത്തിനെ പറയാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. ബോർഡൊക്കെ എഴുതി വയ്ക്കും. പള്ളിയിലെങ്കിലും ബലാമുസ്യത്ത് പുറത്തോട്ട് മാറി കിട്ടുമല്ലോ, അങ്ങനെ പുറത്തു പോയിരിക്കും. അങ്ങനെ എന്നാലും ഈ പിത്തിനെ വിടൂല. അങ്ങനെ ഒരു കാലഘട്ടം, അങ്ങനെ പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്. അത് ആഖിർ സമാനിന്റെ അടയാളമാണ്, അന്ത്യനാളിന്റെ അടയാളമാണ്. അവരുടെ ചർച്ച ദുനിയാവാണ്. എങ്ങനെ ഈ കമ്മിറ്റിക്കാരെ നമുക്ക് പോയിക്കാം, ഏത് നിലയിൽ പോയിക്കാം, അതിന്റെ വഴി എന്താണ്, അതാണ് അവർ ആലോചിക്കുന്നത്. അതിന് നിങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇനി ചില കമ്മിറ്റിക്കാരുണ്ട്, ബാങ്ക് വിളിക്കുമ്പോ കമ്മിറ്റി ഓഫീസ് പൂട്ടൂല. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി ഓഫീസ് പൂട്ടിയിട്ട് നേരെ പള്ളിയിലേക്ക് പോകണം. എല്ലാ പണി നിർത്തിയിട്ട് ബാങ്ക് വിളിക്കുന്നതിനാ. നമസ്കാരത്തിലേക്ക്, വിജയത്തിലേക്ക് കടന്നു വരയണമേ എന്ന് ആ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പരിശുദ്ധമായ ബാങ്ക് കേൾക്കുമ്പോ എല്ലാ പണികളും മാറ്റിവെച്ചുകൊണ്ട് നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ കോടതിയിലേക്ക്, ദർബാറിലേക്ക് എത്തലാണ് ഓരോ സത്യവിശ്വാസിയുടെയും കടമയും കടപ്പാടും. من سمع النداء ثم لم يجب ويأتي المسجد فيصلي فلا صلاة له وقد عصى الله ورسوله أو كما قال رسول الله صلى الله عليه وسلم. ബാങ്ക് വിളി കേട്ടിട്ട് അതിന് ഉടനടി ഉത്തരം നൽകാതെ അവന്റെ ഇഷ്ടപ്രകാരം അവൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് വന്ന് അവൻ നമസ്കരിച്ചാൽ ഫലാ സ്വലാത്ത ലഹു, അവന് നമസ്കാരമില്ല. വഖദ് അസല്ലാഹ വറസൂല, അവൻ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിച്ചവനായി. പള്ളി കമ്മിറ്റി പൂട്ടണം, ബാങ്ക് കുടിച്ചാലേ പൂട്ടിയേക്കണം, ഇല്ലെങ്കിൽ അല്ലാഹു റസൂലിനെ വഞ്ചിച്ചവനായി. അല്ലാഹു റസൂലിന്റെ വാക്കായത്. ഹബീബ റസൂൽ തങ്ങൾ പറഞ്ഞ ഹദീസുകളെ ഞാൻ ഈ പറയുന്നത്. അബൂബക്കറിന്റെ വാക്കൊന്നും ഇതിനകത്തൊന്നുമില്ല, മലയാളം മാത്രം തർജുമ അബൂബക്കർ. ബാക്കിയെല്ലാം നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നെ ആരും എതിർക്കാൻ നിൽക്കരുത്. ഹദീസാണ്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ്. ഇതൊക്കെ ശരിയല്ലേ? നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നടക്കുന്ന കാര്യമാണ്. പള്ളിയുടെ പരിസരത്ത് കടകൾ കാണും, പള്ളിയിൽ കയറൂലേ, തെല്ലി അങ്ങോട്ട് പള്ളിയിലിട്ടാലേ വല്ലാഹി സത്യം ഹൈവേ വീഴുന്നല്ലാതെ പള്ളിക്കകത്തോട്ടൊന്നും വീഴൂല. ഒന്നിയവൻ വീണാൽ പള്ളിയുടെ മുറ്റത്തോട്ടായിരിക്കും വീഴ. ഹൗദിൽ വീണാലും ശരി, പള്ളിക്കകത്തോട്ടൊന്നും വീഴൂല, അത് ഉറപ്പായ കാര്യമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പൊ അതുകൊണ്ട് മസ്ജിദ് എതിര് കുറ്റം പറയുന്ന ആളെ, അതേപോലെ മുസ്ഹഫ് നാളെ പരാതിപ്പെടും. യാ റബ്ബി, പടച്ചവനേ, മസ്സഖൂനി വഹറഖൂനി, എന്നെ പിച്ചു ചീന്തി കളഞ്ഞവരാണ് അല്ലാഹുവേ, എന്നെ കരിച്ചു കളഞ്ഞവരാണ്. BJP-ക്കാരല്ല സഹോദര, വിശ്വ ഹിന്ദു പരിഷത്തുകാരല്ല സഹോദര. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആൻ മാനവന്റെ വഴികാട്ടിയാണ്. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ നീതി പുസ്തകമാണ്. പരിശുദ്ധ ഖുർആൻ സത്യത്തിന്റെ വഴിത്താരയാണ്. ആ ഖുർആനിനെ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതും മുസ്ലിം ഉമ്മത്തെ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് ആ ഖുർആൻ വീടിന്റെ ഷോക്കേസിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ സഞ്ചരിക്കുന്നത്. ഈ ഖുർആൻ
നമുക്കെതിരെ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഖുർആൻ പറയും നമുക്കെതിരെ. ഇന്ന് ഖുർആൻ ഓതുന്ന കഹ്ഫ് ഓതാൻ വേണ്ടി കഹ്ഫിന് പ്രത്യേകമായിട്ട് നമ്മൾ എഴുതി, പ്രത്യേകമായിട്ട് കഹ്ഫ് സൂറത്ത് മാത്രം ഒരു പുസ്തകം മാറ്റിവെച്ചു. എന്നാലും മൊത്തം ഖുർആൻ എടുക്കൂല ഒരു ജീവിതത്തിൽ. യാസീൻ മാത്രം നമ്മൾ പ്രത്യേക ഒരു ബുക്ക് ഉണ്ടാക്കി, യാസീൻ അത് മാത്രം നീ ഓതാവോ. ഒരു കാരണവശാലും സാഫാത്ത് സൂറത്ത് ഓതാൻ പാടില്ല, അത് മാത്രം ഓതാൻ വേണ്ടിയാണല്ലോ. പരിശുദ്ധമായ ഖുർആൻ മുഴുവൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കണം എന്നുള്ളത് നമ്മുടെ ഹക്കാണ്, നമ്മുടെ ബാധ്യതയാണ്. ഖുർആൻ മുഴുവനും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കണം ഞാനും നിങ്ങളും. പിന്നെ ഞാനും നിങ്ങളും ഖുർആനായിട്ട് എന്ത് ബന്ധം ഖുർആനായിട്ട് എന്ത് ബന്ധം നമുക്കുള്ളത്? മെഗാ സീരിയൽ കണ്ടു തീർക്കാറുണ്ട്. പണ്ട് പ്രേംനസീറിന്റെ കാലഘട്ടത്തിൽ, ജയന്റെ കാലഘട്ടത്തിലുള്ള പാട്ടുകൾ പോലും നമ്മുടെ കുട്ടികൾക്കറിയാം, നമ്മുടെ കുടുംബക്കാരികൾക്കറിയാം, നമ്മുടെ കുടുംബിനികൾക്കറിയാം, ആ കഥകൾ അറിയാം. 1400 വർഷം പഴക്കമുള്ള പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖത്തം നീ തീർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഞാൻ ഒരുപാട് ഖത്തം തീർക്കാൻ ഉസ്താദന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്ര കൊടുക്കും? ഒരു ജുസുവിന് 75 പൈസ വെച്ച് 3 ഖത്തം തീർത്ത് 75 രൂപ കൊടുക്കും. 1 രൂപ പോലും ഇല്ല സംഭവം. എല്ലാവരും ഓതുവോ? കുത്തിയിരുന്ന ആൾ ഓതത്തില്ല. പിന്നെ ഓതിയെന്ന് പറയും യാ അല്ലാഹ് അൽഹംദുലില്ലാഹ് വരെ. പണ്ടൊരു മുസ്ലിയാരെ ഞാൻ ഏൽപ്പിച്ചല്ലോ, അയാൾ എൻ്റെ അടുത്ത് വിഷമം പറഞ്ഞു. ഞാൻ കരുനാഗപ്പള്ളിയിൽ ജോലി വെക്കുമ്പോൾ അയാളൊരു വിഷമം പറഞ്ഞു, ഉസ്താദെ ഒരു വീട്ടിൽ ഞാൻ സൈക്കിൾ ചവിട്ടി 3 ഖത്തം ഓതി, എനിക്ക് 75 രൂപ പറഞ്ഞു. ഭയങ്കര വിഷമമായി പോയി ഉസ്താദ്. ഞാൻ ഇങ്ങോട്ട് മാറുന്നത് പറഞ്ഞു, അല്ലാഹ് ഇതൊന്നും മുകളിലോട്ട് പറഞ്ഞു വിടല്ലേ, അതൊക്കെ എൻ്റെ കുടുംബക്കാരിലോട്ട് പോട്ടെ എന്ന്. അതുവാ മൊത്തം ഖത്തം ഓതിയത്, ഇവരുടെ ഖത്തം ഓതി. അത് തന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്ക്, ഖുർആൻ ഓദിക്ക്. വീട്ടില് സൂറത്തുൽ ബഖറ ദിവസം തോറും ഓദിപ്പീര്. എല്ലാ ഇടങ്ങേറും മുസീബത്ത് ശൈത്താന് പിശാച് ഒക്കെ പോകും, എല്ലാം ചാടും, വണ്ടി വിട്ടു പോകും. ആദ്യം ഓടുന്ന ചിലപ്പോൾ വാപ്പായിരിക്കും. ഒന്ന് നോക്ക്, സൂറത്തുൽ ബഖറ വീട്ടിൽ ഓതിയാൽ പിശാച് ചാടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ വാഖിയ ഓത്, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്. സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം കടം മാറി കിട്ടും. പരിശുദ്ധ ഖുർആൻ ഓത്. വാഖിയ ഓതിയാൽ, സൂറത്ത് യാസീൻ ഓതിയാൽ ഹാർട്ടിന്റെ രോഗം മാറി കിട്ടും. ആരെങ്കിലും സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂറത്ത് യാസീൻ ഓതിയാൽ ഖുദിയത്ത് ഹവായിജു, അവന്റെ അന്നത്തെ എല്ലാ ഹാജത്തും അല്ലാഹു നിറവേറ്റി തരും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുർ റഹ്മാൻ ഓത്. കല്യാണം നടക്കാത്തവന്റെ കല്യാണം നടക്കും, കല്യാണം നടക്കാത്തവളുടെ കല്യാണം അല്ലാഹു നടത്തി കൊടുക്കും. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യും. എത്ര സംഭവങ്ങൾ, ഓരോരോ ആയത്തുകൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യും. സൂറത്തുൽ കഹ്ഫ് ഓത് എല്ലാ വെള്ളിയാഴ്ചയും. നാളെ നേരം വിളിക്കുമ്പോൾ കഹ്ഫ് ഓത്. അടുത്ത ആഴ്ച വരെ നീ ഇൻഷുറൻസ്, അള്ളാഹു നിനക്ക് ഇൻഷുറൻസ് പ്രത്യേക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിനക്ക് ഒരു ഇടങ്ങറില്ല. അള്ളാഹു ദജ്ജാലിന്റെ ഫിത്ന ഫസാദിൽ നിന്ന് വരെ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നീ പാരായണം ചെയ്യും. ഓത്. ഇതൊക്കെ എന്തിനുള്ളത്? ഇല്ല എങ്കിൽ ഈ ഖുർആൻ നാളെ നമുക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ സംസാരിക്കുമെന്ന് ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പെൺകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചോട്. നമ്മുടെ പെൺകുട്ടികൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിച്ചോട്. സൂറത്തുൻ നൂർ നബി തങ്ങൾ പറഞ്ഞില്ലേ, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബത വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കുക. ഭൗതികമായ കൂടുതൽ വിദ്യ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കരുത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് സാറ്റലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, നെറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഇന്റർനെറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, വാട്സപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഫേസ്ബുക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, IMO കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിച്ചോട്. ഭൗതികമായ കൂടുതൽ ഇൽമ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കരുത്. ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു പറഞ്ഞ വാക്കാ, വലാ തുഅല്ലിമൂഹുന്ന അൽ കിതാബത. കൂടുതൽ നിങ്ങൾ ഇൽമ പഠിപ്പിക്കണ്ട, കൂടുതൽ ഭൗതികം പഠിപ്പിക്കണ്ട. അതാ പറഞ്ഞത്. ആവശ്യത്തിന് പഠിപ്പിച്ചോ. കൂടുതൽ ഭൗതികം പഠിച്ചാൽ കഴിഞ്ഞാൽ വാപ്പാക്ക് മകളെ നഷ്ടപ്പെടും, ഉമ്മാക്ക് മകളെ നഷ്ടപ്പെടും, ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെടും. യാതൊരു സംശയമില്ല. അത് ഇസ്തിംബാത്ത് ചെയ്തിട്ട് തന്നെയാണ് 21ാം നൂറ്റാണ്ടിന്റെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നങ്ങനെ പറഞ്ഞത്. യാഥാർത്ഥ്യമല്ലേ? ഹർത്താലായാലും ബന്ധായാലും ഈ നാട്ടിൽ എന്തെല്ലാം പണിമുടക്കായാലും പെണ്ണ് രാവിലെ ഒരു പലക പോലത്തെ ഒരു മൊബൈലും എടുത്തിട്ട് ഒരു ബാഗും തൂക്കിയിട്ടിട്ട് നേരെ പോകുന്നത് നമ്മുടെ ടെക്നോ പാർക്കിൽ പ്രത്യേക സ്പെഷ്യൽ ക്ലാസ്. 5 സ്റ്റാർ ഹോട്ടലിൽ സ്പെഷ്യൽ ക്ലാസ് ഇവർക്ക് വേണ്ടി വെച്ചിരിക്കുക. പോവാ പാവം പിടിച്ച OBC വാപ്പായും ഉമ്മായും. ശരിയാ, അവള് പോട്ടെ, അവളെ കൊണ്ട് നമുക്ക് ആകപ്പാട് ബാധ്യതയുള്ളൂ. അവളെ ടെക്നോയിലോ ഒക്കെ പോയിട്ട് കുറച്ച് കാശുണ്ടായിക്കൊണ്ട് കുറച്ച് പഠിച്ചോനെ നമുക്ക് അവളെ കൊണ്ടല്ലാതെ വേറൊരു ഫായ്ദ നമുക്കില്ല.
പൈസ വാപ്പാക്കല്ല കൊണ്ടുവരിക, അപ്പുറത്തെ വീട്ടിലെ ശങ്കരകുട്ടിക്ക് കാശുണ്ടായി കൊണ്ടുപോവാ. വാപ്പ ഇരുന്നാൽ മതി. വാപ്പ പള്ളിയിൽ പോയിരുന്ന് നിക്കറും ചൊല്ലി സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട് അതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വാപ്പാക്ക് മാതാപിതാക്കൾക്ക് ഇന്നില്ല, ഫായതയില്ല. മക്കളെ കൊണ്ട് എന്ത് ഫായത? ആരെ പഠിപ്പിച്ചത്? മാതാപിതാക്കളുടെ വഴികളിൽ നിന്ന് അവരെ തെറ്റിച്ചുവിട്ട് ഭൗതികമായ ജീവിതത്തിന് വേണ്ടിയുള്ള വഴികളെല്ലാം തുറന്നുവിട്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എത്രയോ വിദൂരത്ത് നിന്ന്, സ്വന്തം സംസ്ഥാനത്ത് നിന്ന് പോലും കണ്ണെത്താ ദൂരത്ത് വലിയ വലിയ ഹോസ്റ്റലുകളിൽ, വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഭീമമായ തുകകൾ നൽകി നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടിട്ട് മാതാപിതാക്കൾ ആ പെൺകുട്ടികളുടെ അവസ്ഥ പോലും അന്വേഷിക്കാറില്ല. അവൾ പറയും ഞാൻ ഇന്നതാണ്, ഞാൻ മറ്റാണ്, ഇപ്പൊ IAS കാര്യമായി വരും, ഞാൻ ഇപ്പൊ IPS കാര്യമായി വരും, ഉപ്പ രാഹത്തായിട്ടിരുന്നോളും, ഞാൻ അടുത്ത ആഴ്ച അവിടെ എത്തും. അങ്ങനത്തെ കാര്യങ്ങൾ അടുത്ത ആഴ്ച അവിടെ എത്തും. അവൾ അവിടെ എത്തും. അവിടെ ആയിരിക്കും, ഉപ്പാൻ്റെ അടുത്തോട്ടല്ല, അവിടെ ആയിരിക്കും എത്തുന്നത്. നിയമം നല്ല നടക്കുക. അനുവിധങ്ങൾ പറഞ്ഞ വാക്കിന് വല്ല തെറ്റുണ്ടോ? ഇന്നത്തെ പെൺകുട്ടികൾ പോകുന്ന പോക്കിന് പ്രസംഗിക്കാനല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഭാഷണം നടത്താന്നല്ലാതെ, ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളതല്ലാതെ. മാതാപിതാക്കളല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് മഹല്ലത്തിൽ ഇറങ്ങിയാലും, എവിടെയെങ്കിലും ഒരു മൂത്രമൊഴിക്കാൻ ഇറങ്ങിയാലും ഓടി വന്നൊരു ജനങ്ങൾ നമ്മളോട് പറഞ്ഞു, ഉസ്താദേ എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ പറയുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ കാര്യം കഷ്ടമാണ്, പെൺകുട്ടികളുടെ കാര്യം കഷ്ടമാണ്. അപ്പൊ ഞാൻ പറയും, ഇനി ഖുർആനോ ഹദീസോ ആയത്തുകളോ ഒന്നുമില്ല, പറയേണ്ടത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞു. അവരവരുടെ മാതാപിതാക്കളാണ് തന്റെ മക്കളെ സംരക്ഷിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും അവരെ നിയന്ത്രിക്കേണ്ടതും മാതാപിതാക്കളാണ്. അവരുടെ കടമയാണ്, അവരുടെ ബാധ്യതയാണ്. ഈ പെണ്ണ് എവിടേക്കാണ് പോകുന്നത്? ഈ പെണ്ണിന് ആവശ്യമുള്ള മൊബൈലാണോ? ഈ പെണ്ണിന്റെ മൊബൈൽ എന്തെല്ലാം ഉണ്ട്? ഇവൾക്ക് വരുന്ന മെസ്സേജ് എന്താണ്? ഇവൾക്ക് വരുന്ന ഇമെയിൽ എന്താണ്? ഇത് അറിവുള്ളവരെ കൊണ്ട് നോക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യേണ്ട ബാധ്യത മാതാപിതാക്കളുടെ ആണ്. ഇത് മള്ളിയിലെ മൊയ്ലിയാരുടെ ബാധ്യതയല്ല. നമുക്ക് ഈ നാട്ടുകാരി പെണ്ണുങ്ങളെ മുഴുവൻ നന്നാക്കേണ്ട ബാധ്യത നമുക്കുള്ളതല്ലാതെ. നമുക്കത് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുക. നബിയെ ഉപദേശിക്ക്. ഉപദേശം മുഅ്മിനാണെങ്കിൽ അവന് പ്രയോജനപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചു, ഭൗതികമായ കൂടുതൽ വിദ്യ നൽകി നമ്മുടെ പെണ്ണുങ്ങളെ നിങ്ങൾ വാഴ്ത്തരുത്, അത് നിങ്ങൾക്ക് ഇടങ്ങേറായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോ ഈ ഉമ്മത്തിനൊരു പുച്ഛമായി തോന്നി. ഇന്ന് മനസ്സിലാക്കുന്നില്ലേ? കല്യാണ സദസ്സിൽ നിന്ന് പോലും തന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഒളിച്ചോടിപ്പോകുന്ന നാണം കെട്ട യുഗത്തിലേക്ക് ഈ സമുദായം തിരിഞ്ഞുപോയെങ്കിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിനെ, ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് സ്വന്തം മാതാപിതാക്കളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ശിർക്കിനെയും കുഫറിനെയും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമുദായം അധപ്പതിച്ചു പോയില്ലേ? ആര് പറഞ്ഞു ഇത് സംഭവിക്കുമെന്ന്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞ വാക്കാ, സംഭവിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാതെ ലോകം അസ്തമിക്കൂല. ലാ തഖൂമു ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ യൽഹിഖ ഫിആമും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി അൽ ഔസാൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നമ്മുടെ ഒരു വിഭാഗം മുശ്രിക്കീങ്ങളോടൊപ്പം ചേരാതെ, അവരുടെ ആദർശത്തെ കിടപിടിക്കാതെ, ലാ തഖൂമുസ്സാ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നബിന റസൂലുള്ളാഹി അല്ലാഹു പറഞ്ഞല്ലേ, സംഭവിച്ചല്ലേ പറ്റുള്ളൂ. ഹത്താ യൽഹിഖ ഫിആമും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. മറ്റൊരു ഹദീസിൽ നബി പറയുന്നു, ലാ തഖൂമു സ്സാഅ ഹത്താ തൽതരിബ അൽയാതു നിസാഇ അൽഔസാൻ. പെണ്ണുങ്ങൾ അവരുടെ പ്രതിഷ്ഠ അമ്പലങ്ങളിൽ പോയിട്ട് പ്രതിഷ്ഠകളുടെ മുന്നിൽ തന്റെ പൃഷ്ഠഭാഗം വെച്ച് അവരവിടെ നൃത്തം ചവിട്ടുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങളിൽ നിന്ന് കാണാതെ ലോകം അസ്തമിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദർശങ്ങളെ പിൻപറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്റെ സമുദായത്തിലെ നാരിമാർ ഏറ്റെടുക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അതല്ലേ ഇന്ന് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ മറ്റുള്ളവരെ സ്വീകരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് പൂച്ചെണ്ട് കൊടുത്തിട്ട് അവരുടെ സുജൂദ് ചെയ്ത നെറ്റിത്തടത്തില് ചന്ദ്രക്കലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനക്കുറികളൊക്കെ വാരിപ്പരട്ടിയിട്ട് ആ പരിശുദ്ധമായ ആദർശത്തെ പണയപ്പെടുത്തുന്ന രീതി നമ്മൾ ഇന്ന് നേരിൽ കാണുന്നുവെങ്കിൽ 1000 ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ നമ്മുടെ മുന്നിൽ അറിയിച്ചെന്ന സത്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുന്നിൽ പോയി ആടുവെന്ന് പറഞ്ഞു പെണ്ണുങ്ങള്, അവരുടെ ദുബർ കൊണ്ടിട്ട് അവിടെ ആട്ടുവെന്ന്. അത് തന്നെ ഇന്ന് സംഭവിക്കുന്നത്. നിങ്ങളെല്ലാം സമ്മതിക്കണം, ശരി തന്നെയാണ്.
അല്ല അദ്ദേഹം വെറുതെ പറഞ്ഞാൽ ശരിയല്ലേ? നബിതങ്ങൾ പറഞ്ഞ വാക്കല്ലേ, അന്ത്യനാളല്ലേ നമ്മുടെ വിഷയം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നബിതങ്ങൾ പറഞ്ഞു. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്ക ഇതൊക്കെ ഉണ്ടാവുമെന്ന്. കിതാബ്, ആവശ്യമില്ലാത്ത ഇൽമ് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അള്ളാഹെ കുറിച്ച് പഠിപ്പിക്കുക, റസൂലിനെ കുറിച്ച് പഠിപ്പിക്കുക, നബിയെ കുറിച്ച് പഠിപ്പിക്കുക, ആഖിറത്തെ കുറിച്ച് പഠിപ്പിക്കുക, ഖബറിനെ കുറിച്ച് പഠിപ്പിക്കുക, മഹ്ശറിനെ കുറിച്ച് പഠിപ്പിക്കുക, ഖബറിൽ വരുന്ന തീയെ കുറിച്ച്, ഖബറിൽ വരുന്ന പാമ്പിനെ കുറിച്ച് പഠിപ്പിക്കുക. മക്കളെ പഠിപ്പിച്ചോളൂ ഖബറിലെ പാമ്പിനെ കുറിച്ച്. വൈലുൽ ലിഅഹ്ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എൻ്റെ പൊന്നു പെങ്ങന്മാരെ നിങ്ങളൊന്ന് കേൾക്കണേ. ഹദീസാണ്, യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ യാഥാർത്ഥ്യമാ. നാളെ മരണപ്പെട്ടു പോകുന്ന ഞാനും നിങ്ങളും അനുഭവിക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു തരികയാണ്. ആയിഷ ബീവി പറയുകയാണ്, വൈലുൽ ലിഅഹ്ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ. പാപം ചെയ്ത് ഖബറിലേക്ക് വരുന്നവരെ ജാഗ്രത, ജാഗ്രത, നിങ്ങൾക്ക് നാശമാണ്. പാപം ചെയ്തിട്ട് ഖബറിലേക്ക് വാ, പാപം ചെയ്തിട്ട് ഖബറിലേക്ക് വാ, അവർക്ക് നാശമാണ്. തദ്ഖുലു അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ സുവദ്. അവർക്ക് ആ ഖബറിലേക്ക് ഇറങ്ങുന്നത് കറുത്ത പാമ്പുകളാണ്. കറുത്ത പാമ്പ്. കർണാടകയിൽ ലോകത്തെ ഏറ്റവും വലിയ കിങ് കോബ്രയെ പിടിച്ചു. കിങ് കോബ്ര ലോകത്തെ ഏറ്റവും വലുതാണ്, എത്രയോ പൊക്കം മനുഷ്യനേക്കാളും. ഇതൊക്കെ ദുനിയാവ് നമുക്കത് നേരിട്ട് കാണിച്ചു തന്നാല് ആഖിറത്തിൽ ഖബറിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായിരിക്കും? നമ്മുടെ പെണ്ണുങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ടോ? ഇസ്ലാമിനെ, ഷിആറിനെ, ശരീഅത്തിനെ പണയം വെച്ചിട്ടല്ലേ പോണത്. ആരെല്ലാം അറിയുന്നുണ്ടോ? വാ വാ വാ, അല്ലാഹ് പറയല്ലേ, നുംലി ലഹും ഇന്നമാ നുംലി ലഹും ലിയസ്ദാദൂ ഇസ്മാ. അങ്ങനെ അങ്ങോട്ട് ചെയ്യട്ടെ, കുറേ അവളെ തെറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ. നല്ല പോലെ കുറേ അങ്ങോട്ട് ചെയ്യട്ടെ, ശിർക്കട്ടെ, അങ്ങനെ ശിർക്കട്ടെ, പിടിക്കാൻ വിടൂല അല്ലാഹ്. അല്ലാഹ് എൻ്റെ പൊന്നു മോളെ, ഖബറിലേക്ക് അതിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ തദ്ഖുലു അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ സുവദ്. കറുത്ത പാമ്പുകൾ നിന്നെ തേടിയ ഖബറിലേക്ക് വരികയാ. അവിടെ നിലവിളിച്ചാൽ ആ നിലവിളി കേൾക്കാൻ മറ്റാരുമില്ല പെങ്ങളെ. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാനോ എഴുന്നേറ്റ് പോകാനോ കഴിയാത്ത അവസ്ഥയിലാ. ആ പള്ളിക്കാട്ടിന്റെ ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ നീ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. തദ്ഖുലു അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ സുവദ്. കറുത്ത പാമ്പുകൾ നിന്നെ തേടിയെത്തുകയാണ്. യഖറുസാനിഹി, രണ്ട് ഭാഗത്തു നിന്നും ആ പാമ്പ് നിന്നെ കൊത്തുകയാ. ഹത്താ വസതാ, നെഞ്ചിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോ നീ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹ് റബ്ബിർജിഊൻ റബ്ബിർജിഊൻ. ഒന്ന് മടക്കണേ അല്ലാഹ്, ഒന്ന് മടക്കണേ അല്ലാഹ്, പ്ലീസ്. പടച്ചവനെ അറിയാതെ സംഭവിച്ചോ യാ അല്ലാഹ്. വാപ്പാക്കണേ റബ്ബേ, എന്നെ സിർക്ക് വെക്കില്ല അല്ലാഹ്, ഒളിച്ചോടില്ല അല്ലാഹ്, എന്റെ വാപ്പായും ഞാൻ വഞ്ചിക്കില്ല പടച്ചവനെ, പ്ലീസ്. അവിടെ പ്ലീസും ക്ലീസും ഉള്ളി ഉരുപ്പ് വരെ അവിടെ നടക്കൂല. അപ്പോ ആ പണി അവിടെ നടക്കൂല. നാളെ അവിടെ പോകുമ്പോൾ വിളിച്ചു പറയും, വിളിച്ച് പറയുന്ന രംഗ, അവിടെ പറയുന്ന രംഗം അത് കാണുമ്പോൾ തന്നെ സാധനം എന്ന് അല്ലാഹ് ഇങ്ങനെ വരും. പത്തി വിടത്തിക്കൊണ്ട് 5 9 തലയാ, ഒരു തലയല്ല. ലികുല്ലി ഹയ്യത്തിൻ തിസ്അതു റൂസ് വഫീ റിവായത്തിൻ സബ്അതു റൂസ്. 7 തലയുള്ള പാമ്പ്, 9 തലയുള്ള പാമ്പ്. നെറ്റടിച്ചു നോക്ക്, 2 3 തലയുള്ള പാമ്പുണ്ട്. ഇരുതല മൂരി, ഇരുതല മൂരി എന്നല്ല, അങ്ങനെ 2 തലയുള്ള പാമ്പ് തന്നെ ഉദാഹരണല്ലേ? ഉദാഹരണം 2 തലയുള്ള പാമ്പ് തന്നെ ഇപ്പൊ തന്നെയാണ്. നെറ്റടിച്ചു നോക്കിയാൽ 2 3 തലയുള്ളതിനൊക്കെ കാണാം. ഇതൊക്കെ ഉദാഹരണല്ലേ? അപ്പൊ അല്ലാഹു റസൂൽ പറഞ്ഞ യാഥാർത്ഥ്യല്ലേ? ലികുല്ലി ഹയ്യത്തിൻ തിസ്അതു റൂസ്. ഓരോ പാമ്പിനും 9 തലകളാണ്. ഓ പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹ് ഓലപ്പാമ്പ് കാണുമ്പോൾ പേടിക്കുന്ന നമ്മളെ കവറിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ എവിടെ നോക്കാന്ന്? അല്ലാഹ് എന്തായിരിക്കും അങ്ങ് നാലൊന്ന് ചുമ്മാ രാത്രി ലൈറ്റ് അണച്ചിട്ട് എൻ്റെ പെണ്ണുങ്ങളൊന്ന് ചിന്തിച്ചോളൂ. ഒളിച്ചോടി പോകാൻ വേണ്ടി ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളൊന്ന് ചിന്തിച്ചോ. ലൈറ്റൊക്കെ അണച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും, 2 സൈഡിൽ ഇങ്ങനെ വരും, 2 സൈഡിൽ നിൽക്കും, ഇങ്ങനെ കത്തി വിടർത്തി ഇങ്ങനെ നിൽക്കും, അടുത്തിങ്ങനെ നടുക്കിങ്ങനെ നടക്കുക. അല്ലാഹ് എങ്ങോട്ടോടും? കാമുകനും ഇല്ല, കാമുകയില്ല, എല്ലാം തീർന്നു ദുനിയാവിൽ തന്നെ, എല്ലാം തീർന്ന സംഭവം. എല്ലാം കൊണ്ടുപോയി മയ്യത്താക്കി താഴെ കൊണ്ടുവച്ചിരിക്കുകയാണ് സംഭവം. പോ ഷിർക്കിന്റെ പിന്നാലെ, പോ ഷിർക്കിന്റെ പിന്നാലെ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പരിശുദ്ധമായ മതത്തിന്റെ ഒരു മകനായി മകളായി അള്ളാഹു ഈ ഭൂലോകത്ത് നിന്നെ അവതരിപ്പിച്ചു. അള്ളാഹു നിന്നെ പരിചയപ്പെടുത്തി ദീനുൽ ഇസ്ലാം, സത്യത്തിന്റെ മതമായ പരിശുദ്ധമായ ദീൻ. ആ ദീനുൽ ഇസ്ലാം ശുദ്ധിയുടെ മതമാണ്, വൃത്തിയുടെ മതമാണ്, പരിശുദ്ധിയുടെ മതമാണ്, പാവനത്തിന്റെ മതമാണ്, ജനകീയ ജനാധിപത്യത്തിന്റെ വർണ്ണഭംഗിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പെടുത്ത കഴിയണമെന്ന് പഠിപ്പിച്ച മതം. വേറെ ഏത് മത പഠിപ്പിച്ച മോളെ? ഹൈദ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം, നിഫാസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം, കുടുംബജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ച മതം, മാതാപിതാക്കളോട് എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിച്ച മതം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച മതം, കുഞ്ഞുമക്കളോട് എങ്ങനെ കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച മതം, അയൽവക്കക്കാരോട് എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിച്ച മതം, സഹകരിക്കണമെന്ന് പഠിപ്പിച്ച മതം. പരിശുദ്ധമായ ശരീഅത്ത്. കക്കൂസിൽ കയറുമ്പോൾ ഏത് കാലെടുത്ത് വെക്കണം, കക്കൂസിൽ കയറുമ്പോൾ എങ്ങനെ ഇരിക്കണം, ഇറങ്ങുന്ന സമയത്ത് ഏത് കാലെടുത്ത് വെച്ചിട്ട് ഇറങ്ങണം, കുളിക്കുന്ന സമയത്ത് എങ്ങനെ കുളിക്കണം, വിവസ്ത്രനായി കുളിക്കാൻ പാടില്ല എന്നുവരെ പരിശുദ്ധമായ ശരീഅത്ത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരമ്പര്യത്തെ പണയപ്പെടുത്തിയിട്ടല്ലേ ഷിർക്കിനെയും കുഫറിനെയും നീ ഇഷ്ടപ്പെട്ടിട്ട് ഇറങ്ങിപ്പോണത്. വല്ലാഹി സത്യം, പടച്ചവൻ ഇത് പൊറുക്കില്ല പൊന്നുപെങ്ങളെ. നബീന റസൂലുള്ളാഹി തങ്ങള് ഫീമാ യർവിഹി അൻ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് റിവായത്ത് ചെയ്ത് പറയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ലൗ ലഖീതനി ബിഖുറാബിൽ അർളി ഖതായ ലാ ഉബാലി ഗഫർതു ലക, നീ ഈ ഭൂലോകത്തോളം പാപം ചെയ്ത് എന്റെ മുന്നിലേക്ക് നാളെ വന്നാൽ എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ നിനക്ക് മാപ്പ് ചെയ്തു തരാം. വലൗ ലഖീതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ തുശ്രിക് ബി ലാ ഉബാലി ലാ ഉബാലി, ഈ ഭൂലോകത്ത് മുഴുവനും പാപവും ചെയ്ത് ശിർക്കും വെച്ചിട്ട് എന്റെ മുന്നിലേക്കാണ് നീ വരുന്നതെങ്കിൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല, എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല, നിനക്ക് ഞാൻ പുറത്തു തരികയേ ഇല്ല എന്ന് പരിശുദ്ധ പ്രവാചകന്റെ നാവിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നമ്മൾ അറിയിച്ചു തന്നിരിക്കുകയാണ്. അയാൾ വ്യഭിചരിച്ചു പോയി, അവന്റെ വിവരമില്ലായ്മയുടെ പേരിലാണ്. അവൻ പൊട്ടിക്കരഞ്ഞു രാത്രി എഴുന്നേറ്റിരുന്ന, അള്ളാഹുവേ എന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ ചെയ്തു പോയതാണ്, അള്ളാഹ് നീ മാപ്പാക്കണ്ട റബ്ബേ. അള്ളാഹ് മാപ്പാക്കി കൊടുക്കും. സുജൂദ് ചെയ്ത നെറ്റിത്തടം കൊണ്ടുപോയി സിർക്കിന്റെ മുന്നിൽ വെച്ചു കൊടുത്താല് അള്ളാഹ് അംഗീകരിക്കൂല മോളെ, ഒരിക്കലും അംഗീകരിക്കൂല. നീ തലയിൽ തട്ടവിട്ടവളാണ്, നീ ഖുർആൻ ഓതിയവളാണ്, നീ നോമ്പ് പിടിച്ചവളാണ്, നീ നമസ്കാരം നിലനിർത്തിയവളാണ്. എന്തുകൊണ്ടാണ് നീ സിർക്കിനെ ഇഷ്ടപ്പെട്ടത്? അള്ളാഹ് അത് അംഗീകരിക്കാൻ കഴിയില്ല. വാ, പടച്ചും വിളിക്കും, വാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ. നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഅല്ലിമുഹുന്ന സൂറത്തുൻ നൂർ, പെൺകുട്ടികൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിച്ചോട്. ആരാണ് ബോയ് ഫ്രണ്ട്, ആരാണ് ഗേൾ ഫ്രണ്ട്, അതിൽ അള്ളാഹ് പറയുന്നുണ്ട്. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات. നല്ല പെണ്ണ് നല്ലാണിന്, നല്ല പെണ്ണ് നല്ലാണിന്, ചല്ല് പെണ്ണ് ചല്ലാണിന്. നല്ല കൂട്ടുകാരൻ നല്ല കൂട്ടുകാരിക്ക്, നല്ല കൂട്ടുകാരി നല്ല കൂട്ടുകാരന്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂർ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതല്ലേ ഈ സൂറത്ത് പഠിപ്പിക്കുക, ഈ പെൺമക്കളെ പഠിപ്പിക്കുക. സൂറത്തുൻ നൂർ എന്താന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ട് ഹബീബായ ഷഫീഅ റസൂലുള്ളാഹി. ഇല്ലെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉമ്മത്തുകൾ ശിർക്കിലേക്ക് പോകും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ലാ തഖൂമുസ്സാ ഹത്താ യൽഹിഖ ഫിആമുൻ മിൻ ഉമ്മതി ഹത്താ തഅഖുദ ഉമ്മതി മഅഖദൽ ഉമമി ശിബ്റൻ ബിശിബ്രിൻ വദിറാൻ ബിദിറാ. വീണ്ടും ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല, എന്റെ സമുദായം പാശ്ചാത്യന്മാരെ പോലെ അവരുടെ ചാണലും മുഴത്തിലും അവരെ പിൻപറ്റുന്ന കാലം വരാതെ ലാ തഖൂമുസ്സാ, ഖിയാമത്ത് സംഭവിക്കില്ല. എന്റെ ഉമ്മത്ത്, നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ കുട്ടികള് ചെറുപ്പക്കാർ അണ്ടർവെട്ടുണ്ടെന്ന് പള്ളി നിസ്കരിക്കാൻ വരുന്നത് ഇല്ലേ? അതിന്റെ പേരാണ് ബർമൂഡ. ശരി, ലോപിച്ച ഭാഷയിൽ ബർമൂഡ. പള്ളിയിൽ നിസ്കരിക്കാൻ വരിക അണ്ടർവെട്ടുണ്ട്. എൻ്റെ വാപ്പ പണ്ട് ബാക്ക് കച്ചവടത്തിന് പോയത് ഇട്ടുണ്ടായിരുന്നു, ഈ സാധനം ഇട്ടുണ്ടായിരുന്നു. പൈസ ഒക്കെ അകത്ത് വെക്കാൻ പറ്റിയ സാധനമായിരുന്നു. എൻ്റെ വാപ്പ പണ്ട് ഇട്ടുകൊണ്ട് പോയ സാധനം, അത് പാരമ്പര്യമായിട്ട് ആ സുന്നത്തിനെ ഹയാത്താക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മോൻ എടുത്തിടുകയാണ് സംഭവം. അവന് ഉടുപ്പില്ല മുണ്ടില്ല, പാവ ഒരു വെള്ളിയാഴ്ച ഒരു ബക്കറ്റ് ഒരു എടുത്ത് കൊടുത്തിട്ട് ഇവനൊരു ഉടുപ്പും മുണ്ടും വാങ്ങിച്ചു കൊടുക്കണം.
പള്ളിയിൽ കയറി വരിക. നബി തങ്ങൾ പറഞ്ഞ എന്താ? എവിടുത്തെ ആരുടെ ശൈലിയാണ്? ലാ തഖൂമു സ്സാഅ ഹത്താ തഅഖദ ഉമ്മതി മാ ഖദൽ ഉമം ശിബ്റൻ ബിശിബ്രിൻ വദിറാൻ ബിദിറാ. ഇഞ്ചോട് ഇഞ്ച്, ചാണോട് ചാൺ എന്റെ സമുദായം പാശ്ചാത്യന്മാരെ പിൻപറ്റുന്ന കാലം വരാതെ ഈ ലോകം അസ്തമിക്കുകയില്ല. ഖീല യാ റസൂലല്ലാഹ്, ഉടനെ സഹാബത്ത് ചോദിച്ചു, നബിയേ, കമാ ഫഅലത് ഫാരിസ് വറൂം, പേർഷ്യക്കാരും ഫാരിസുകാരും പേർഷ്യക്കാരും റോമക്കാരും ചെയ്തതുപോലെയാണോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അപ്പോൾ പറഞ്ഞു, ഹലിന്നാസു ഇല്ലാ ഉലൈക, പിന്നെ അവരെ കുറിച്ചല്ലാതെ ഞാൻ മറ്റാരെ ഉദാഹരിക്കാനാണ് സഹാബ? കോവളം ബീച്ചിലേക്ക് പോയി നോക്കണേ, വിഴിഞ്ഞത്ത് പോയി നോക്കണേ, പാശ്ചാത്യർ അണ്ടർവെയറും ട്രൗസറും ഇട്ടുകൊണ്ടല്ലേ ആണും പെണ്ണും നടക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? ആ ഒരു സംസ്കാരമല്ലേ ഇന്ന് ഈ മുസ്ലിം തറവാട്ടിലെ ചെറുപ്പക്കാരൻ കിടപിടിക്കുന്നത്? ശരിയല്ലേ? മാതാമയും സാഹിബിന്റെയും ആ സാധനം നമ്മളിന്ന് പിൻപറ്റുന്നു. നബിതങ്ങൾ പറഞ്ഞ അവൻ സ്വീകരിക്കുന്നു, എന്റെ ഉമ്മത്ത് അത് സ്വീകരിക്കുന്നു. അവന്റെ പാശ്ചാത്യന്റെ നിന്നുകൊണ്ട് തിന്നുന്ന സംസ്കാരം, ബൊഫേ സംസ്കാരം, നടന്നുകൊണ്ട് തിന്നുന്ന സംസ്കാരം, ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചതാണ്. ഇത് ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യനിൽ നിന്ന് ഈ മുസ്ലിം സമുദായവും കിടപിടിച്ചില്ലേ? നമ്മുടെയൊക്കെ വീട്ടില് പണ്ടൊക്കെ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയാൽ അതിഥികളായി പോയാൽ ആതിഥേയരായ വീട്ടുകാർ നമ്മളെ വിളിച്ചിരുത്തി, മോനെ പാത്രം ഉസ്താദിന്റെ അടുത്ത്, അവിടെ ഇരിക്കുന്ന ഉസ്താദിന്റെ അടുത്ത് ഇരിക്കുന്നിടത്ത് പാത്രം വെച്ചു കൊടുത്ത്, ഭക്ഷണം വിളമ്പിക്കൊടുത്ത്, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്, പറ്റുമെങ്കിൽ കൈയും കൂടെ ഒന്ന് കഴുകി കൊടുക്കും. ഇത്രയും മഹത്വം ഉസ്താദെന്നല്ല ആരായാലും. ഒരു അതിഥി വന്നാൽ, ഇന്നതിഥി വന്നാലോ എല്ലാം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് അൽഹംദുലില്ലാഹ് എല്ലാം കഴിഞ്ഞിട്ട് എന്നാലേ നമ്മൾ കഴിക്കാം ഉസ്താദ്. പിന്നെ ഏതാണ്ട് അവിടെ വാഷ് ബേസ് വെള്ളമുണ്ട്, അടുക്കളയിൽ സലീന ഉണ്ട്, അവിടെ സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉസ്താദ് ഒരു കരണ്ടിയും ഒരു പാത്രം എടുത്തോണ്ട് ഇവിടുന്ന് പോയി തെണ്ടി നക്കി തിന്നോളി. അവിടുന്ന് കുറച്ച് നക്കി, ഇവിടുന്ന് കുറച്ച് നക്കി, ഇവിടുന്ന് കുറച്ച് നക്കി, അവിടുന്ന് കുറച്ച് നക്കി അങ്ങറ്റം വരെ ഉസ്താദ് വേണമെങ്കിൽ നമ്മൾ മെല്ലെ എടുക്കും. പള്ളിയിലെ പ്രസിഡന്റിന്റെ മോടെ കല്യാണം, പോവാതിരുന്ന ജോലി പോകുമല്ലോ, അവിടെ നിന്നും പോയി നക്കിയെടുക്കും, ഇവിടെ നക്കിയെടുക്കും, എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് തോണ്ടി തിന്നാം, നക്കി തിന്നാം, തോണ്ടി തിന്നാം, നക്കി തിന്നാം, തോണ്ടി തിന്നാം, നക്കി തിന്നാം. ഉസ്താദ് മൗലിദ് ഓതാൻ തുടങ്ങാം, തിന്നാൻ തുടങ്ങാം. ഇതന്നെ പരിപാടി. പോയാലേ പറ്റുള്ളൂ, അല്ല എന്ത് ചെയ്യാൻ പറ്റും? പണ്ടാർന്ന് കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുന്ന സംസ്കാരം. ആരുടെ സംസ്കാരം? എന്നിട്ട് നടന്നുകൊണ്ടില്ല നടന്നുകൊണ്ട് തിന്ന പാശ്ചാത്യ സിസ്റ്റം. കൈകൊണ്ട് തിന്നലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരലുകൊണ്ട് കഴിച്ചു, വസ്ത്രം കാല് ചെരുപ്പ് അഴിച്ചിട്ട് കഴിച്ചു, കൈ കഴുകി കഴിച്ചു, വിരൽ കൊണ്ട് കഴിച്ചു, 3 പ്രാവശ്യം വീതം എടുത്ത് കഴിച്ചു. ഇന്ന് നമ്മൾ നടന്നുകൊണ്ട് തിന്നാണ്, കൈ കഴുകുന്നില്ല, പാത്രം കഴുകുന്നില്ല. പണ്ട് പാത്രം കഴുകുന്നില്ലോ, ഇപ്പൊ പ്ലാസ്റ്റിക് പേപ്പറിനകത്തോടെ എടുത്ത് വെക്കുക, സാധനം എടുത്ത് വെക്കുക, തിന്ന അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഷൂല് കാലി കിടക്കുന്ന ഷൂ ആണ് തന്നെ. എല്ലാം കഴിഞ്ഞാൽ തിന്ന് കഴിഞ്ഞിട്ട് ദൂരെ ഒരു കൊട്ടയ്ക്കകത്ത് കൊണ്ടിട്ടിട്ട് ടിഷ്യൂ പേപ്പറാണ് തുടച്ച് ഭക്ഷണം കഴിച്ചു. വെള്ളം വേണ്ട, പാത്രം കഴുകണം. എന്താ സിസ്റ്റം അല്ലേ? ഒരു കാലഘട്ടം വരും, ഒരു കാലഘട്ടം ഒന്നുമല്ല. കക്കൂസി പോലും തുടക്കലും ഇപ്പോഴും ഉണ്ടല്ലോ. കാലഘട്ടം എന്തിന്? ഇപ്പോഴും ഇല്ലേ? എല്ലാ കക്കൂസിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. സാധനം കഴിയാൻ മെല്ലെ തുടച്ചങ്ങ് ദൂരെ കളയാം. കുട്ടികളെ നമ്മൾ തുടച്ചു കളഞ്ഞിട്ട് സ്നഗ്ഗി വെച്ചിട്ട് അതന്നെ സെയിം. അതുപോലെ തന്നെ ആയില്ലേ ആരുടെ സംസ്കാരം? പാശ്ചാത്യ സംസ്കാരം. എന്റെ സമുദായം ഇത് കിടപിടിക്കും. കല്യാണ നിക്കാഹ് എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെട്ട സ്വർഗത്തിൽ വെച്ച് തുടക്കം കുറിച്ച ഒരു മഹനീയമായ ഒരു ഇബാദത്താണത്. അത് സ്വർഗം കൊണ്ട് അവസാനിക്കേണ്ടതാണ്. ആ പരിശുദ്ധമായ നിക്കാഹില് ഈ നടന്നു തിന്നുന്ന സംസ്കാരം, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള തീറ്റയുടെ സംസ്കാരം, ഈ സംസ്കാരം ലോകത്ത് പഠിപ്പിച്ചതാരാ? പാശ്ചാത്യന്മാരാണ്. ഇത് മുസൽമാൻ കിടപിടിക്കുന്നു. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്. മുസ്ലിയാരെ അടക്കം കൊണ്ടുപോയി ഇരുത്തുന്നത് പെണ്ണുങ്ങളുടെ കൂട്ടത്തിലാണ്. നിക്കാഹ് കഴിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ചെല്ലാം കഴിഞ്ഞാൽ ഉസ്താദിനെ എന്നാ ഒരു പരിഗണിക്ക്. പള്ളിയിലെ ഖത്തീബല്ല, ഇമാമിനല്ല, പരിഗണിക്ക്. ഇതിന്റെ പരിഗണന ഒന്നുമില്ല. അങ്ങോട്ട് പോയിക്കോളി. അപ്പുറത്തിരിക്കുന്ന ഐഷ താത്ത ആയിരിക്കും, ഇപ്പുറത്തിരിക്കുന്ന EP കാസിമി ആയിരിക്കും. അവരുടെ പുറത്ത് നമുക്ക് ചാരി റാഹത്തായിട്ടിരുന്ന് കഴിക്കാം. ചെറിയ ചൂടടിക്കുന്നേ ഉള്ളൂ സംഭവം. റാഹത്തായിട്ടിരുന്ന് കഴിക്കാം, ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയത്തില്ല.
എന്ന് പറയാൻ പറ്റുമോ? അല്ല ഉസ്താദ് ചോറ് നമ്പർ തന്നെ പെണ്ണുങ്ങൾ. അല്ലാതെ എങ്ങാനും പെണ്ണുങ്ങൾ ആരും ഒന്ന് കണ്ടിരുന്നു കഴിഞ്ഞാൽ ഉടനെ വാട്സപ്പായി, ഫേസ്ബുക്കായി, അങ്ങോട്ടായി ഇങ്ങോട്ടായി. കല്യാണ വീട്ടിൽ പോയി ഇങ്ങോട്ട് വേണം, ഇവിടെ വേണം ഇരിക്കാൻ ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്കുള്ള നാളുണ്ടോ? ഉസ്താദാണ്, മകളാണ്, ഔലിയാണ്, പറ്റുമെങ്കിൽ മടി കയറിയിരിക്കാൻ പറ്റുമെങ്കിൽ അവരിങ്ങനെ നോക്കിയിരിക്കാൻ ചാൻസ്, ഇങ്ങോട്ട് കയറിയിരിക്കും. ആ രീതിയിൽ അവർക്ക് നാളെയില്ല. പോയി ഈമാൻ ഇല്ലാത്തതിന്റെ അടയാളം നാളെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. സഹോദരിമാർക്ക് നാളെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇല്ല, ആണുങ്ങളുടെ കോലം കെട്ടിട്ടല്ലേ പെണ്ണുങ്ങൾ വരിക? ഖിയാമത്തിന് അടയാളം. അടുത്ത ഹദീസ് കേട്ടോ, ഖിയാമത്തിന് എല്ലാം അവിടുത്തെ സംസ്കാരം. കുഴപ്പമില്ല പറയുന്നത്, കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് വിഷയം വേറെ. നമുക്കെല്ലാം അടയാളം മാറ്റണം, വിഷയം മാറ്റണം. മണിയപ്രാവശ്യമാക്കിയാലോ വിഷയം വേണമെങ്കിൽ മാറ്റാം. വിഷയം മാറ്റുന്നതിന് ഇപ്പൊ എന്താ? അന്ത്യനാളിന്റെ അടയാളമല്ലേ, നമുക്കത് പറയണല്ലോ. അതൊക്കെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിനെ ആണയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നമുക്ക് പ്രത്യേകത്ത് പറഞ്ഞാൽ, ലാ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല ഹത്താ തൽഹുറൽ ഫുഹ്ശു വൽ ബുഖ്ലു വയുഹ്ലകൽ വഊൽ വതൽഹുറത് തഹൂത് ഔ കമാ ഖാല റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫുഹ്ശുകൾ, ആവശ്യമില്ലാത്ത അശ്ലീലതകൾ, അനാചാരങ്ങൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിലേക്ക് അല്ലാഹു റസൂൽ കടന്നു വന്നിട്ട് ഫഖാൽ, ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയാണ്. സഹാബത്തെ, ഖംസുൻ, 5 കാര്യം, ഇദബ്തുലീതും ബിഹിൻ അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുൻ. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിച്ചാൽ നിങ്ങൾ അപതാളത്തിലാകും. അല്ലാഹു അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. നബിയുടെ റസൂൽ നമ്മൾ പറഞ്ഞു. എന്നിട്ട് അതിൽ ഒന്നാമത്തെ കാര്യം നബി തങ്ങൾ പറയുകയാണ്, ലം തൽഹരിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഖത്ത് ഇല്ലാ ഫശാ ഫീഹി ഹത്താ യുഇനു ബിഹാ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ വൽ ഔജാർ അല്ലതി ലം തകുൻ മളത് ഫീ അസ്ലാഫിഹിം الذين مضوا أو كما قال رسول الله. ഏതൊരു സമുദായത്തിലാണോ അശ്ലീലതകളും അനാചാരങ്ങളും വ്യാപിക്കുന്നത്, ആ നാട്ടിൽ അല്ലാഹു മാരകമായ അറിയപ്പെടാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കാതിരിക്കുകയില്ല. അപൂർവമായ രോഗങ്ങൾ ആ നാട്ടിൽ വ്യാപിക്കാതിരിക്കുകയില്ല. സഹാബത്തെ, അല്ലാഹു അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരെണ്ണം മതി നമുക്ക്. ലം തൽഹരിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഇലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം തഊൻ വൽ ഔജാ. തമ്മാടിത്തരം കൂടിയാൽ ആ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങൾ കൊണ്ട് അവിടെ പരീക്ഷിക്കും. ബ്രസീലിൽ സിക്ക എന്ന് പറയുന്ന ഒരു രോഗം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാല ഇന്നി സഖീം, ഖുർആൻ പറഞ്ഞ തന്നെ അത് സഖീം എന്ന് പറഞ്ഞാൽ ഞാൻ രോഗിയാണ്. ഇബ്രാഹിം നബി പറഞ്ഞ പോലെ തന്നെ സിക്ക, ആ രോഗം അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രോഗം എന്റെ ബ്രസീൽ ലോകകപ്പ് നടന്നില്ലേ, ലോകത്ത് നിന്ന് 60,000-ഓളം വ്യഭിചാരി പെണ്ണുങ്ങളെ, അഭിസാരികകളെ ടെസ്റ്റ് ചെയ്ത് അവിടെ പന്ത് കളിക്കാൻ വന്ന ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് സമ്മാനിച്ച സ്ഥലമാണ് ബ്രസീൽ. ചുമ്മാ നമ്മള് ചായയും കടിയും കഴിക്കുന്ന പോലെ, ചുമ്മാ ഇങ്ങനെ വെച്ചേക്കുന്ന പോലെ ഈ സാധനങ്ങളെ കൊണ്ടാണ് വെച്ചേക്കുക. ഇഷ്ടമനുസരിച്ച് പോയിക്കോളി, ഇഷ്ടമനുസരിച്ച് എടുത്തോളി, നല്ല ഉഷാറായിട്ട് പന്ത് കളിക്കണം. നമുക്കവിടെ ഫസ്റ്റ് വാങ്ങിച്ചേരണം, ട്രോഫി വാങ്ങിച്ചേരണം. ഒലക്കട മൂട കിട്ടിയത്, ട്രോഫി കിട്ടിയില്ല.
എല്ലായിടത്തിനെയും കൊണ്ട് നിരത്തി നിർത്തി. ലോകത്ത് നിന്ന് 60,000-ഓളം എത്രയോ കോടിക്കണക്കിന് ഡോളറാണ് അതിന് ചെലവാക്കിയത്. ബ്രസീൽ. അള്ളാന്റെ കളി എന്തായി? ഇപ്പൊ അവിടെ സിക്ക എന്ന ഒരു രോഗം വ്യാപിച്ചു. 2 വർഷം പെണ്ണുങ്ങൾ ഗർഭിണികളാകാൻ പാടില്ല. തീരുമാനം 2 വർഷത്തേക്ക്. പ്രത്യേകമായ അപൂർവമായ രോഗം ആ പെണ്ണിന്റെ ഗർഭാശയത്തിൽ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. പെണ്ണുങ്ങൾ ഗർഭിണിയാകാൻ പാടില്ല. പെണ്ണുങ്ങളെയൊക്കെ സ്വന്തം ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഓടിച്ചുവിടാണ്. അള്ളാന്റെ തർത്തീബ്, തീരുമാനം, പടച്ചവന്റെ തർത്തീബ്. ഓടിച്ചുവിടാ, പൊയ്ക്കോളം പറഞ്ഞു. ആണുങ്ങളെ കണ്ടുപിടി സത്രത്തോൺ വെച്ച് ഒട്ടിച്ചു വിട്ട് വണ്ടി വിട്ടോളം പറഞ്ഞു. ആ പരിസരത്ത് പോലും കണ്ടുപോരുത്. അള്ളാന്റെ തർത്തീബ് എങ്ങനെയായി? നബി തങ്ങൾ പറഞ്ഞ ഹദീസ് യാഥാർത്ഥ്യായില്ലേ? ഇല്ലാ ഫശാ ഫീഹിം അത്താഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മളത് ഫി അസ്ലാഫിഹിം അല്ലദീന മളൗ. മുൻകാലഘട്ടങ്ങളിൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത രോഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിൽ പരീക്ഷിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിക്ക എന്ന രോഗം. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മുടെ നിക്കാഹുകളിൽ അശ്ലീലങ്ങൾ കൊണ്ട് അമ്മാനമാടരുത്. ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇസ്ലാമിക ആദർശങ്ങളെ പണയപ്പെടുത്തുന്ന സംസ്കാരമാണ് നമ്മുടെ നിക്കാഹിന്റെ സദസ്സുകളിലെങ്കിൽ ഗാനമേളകൾ, ഡിജെകള് എവിടെ നിന്ന് വന്ന സംസ്കാരമാണിത്? ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കൂട്ടി ഒറ്റക്കിരുത്തി കളിപ്പിച്ച് കയ്യും കൊട്ടി പാട്ടും പാടി ആണിനെയും പെണ്ണിനെയും തലോലിക്കുന്ന ഒരു സംസ്കാരം, കാരൻ നിയമം ഇസ്ലാമിക നിക്കാഹുകളിൽ ഇന്ന് അരങ്ങേറുന്നുവെങ്കിൽ അത് അല്ലാഹുവാണ് സത്യം. അത് മുസൽമാന്റെ നിക്കാഹല്ല, അത് പാശ്ചാത്യന്റെ നിക്കാഹാണ്. അത് ശാപമാണ്. ആ നിക്കാഹിന്റെ കുടുംബത്തിനും ആ ദമ്പതികൾക്കും അല്ലാഹുവിന്റെ ശാപമാണ്. യാതൊരു സംശയവുമില്ല. ആ ദമ്പതികളെ കൊണ്ട് ആ മാതാപിതാക്കൾക്ക് യാതൊരു ഗുണവുമില്ല. വിധങ്ങൾ പറഞ്ഞ വാക്കാണ്, എന്റെ വാക്കല്ല ഇത്. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. ആണ് പെണ്ണിന്റെ വേഷം ധരിക്കും, പെണ്ണാണിന്റെ വേഷം ധരിക്കും. നിക്കാഹിന്റെ സദസ്സിൽ നമുക്ക് ഇവിടെ ഗാനമേള ആവശ്യമില്ല. ഉണ്ടോ? ഇവിടെ ഞാൻ അന്നൊരു കണ്ടിക്കാതെ കസുകൊട്ട പെണ്ണുങ്ങളെ കൊടിക്കൊട്ട പെണ്ണുങ്ങളെ കണ്ടിക്കില്ലേ? ആണെന്നെ പെണ്ണെന്നെ ബാ, ആടാണ് പെണ്ണാണ് ബാ. ഇവിടെ കേൾക്കണം, ഇവിടെ പാട്ട് വെക്കാണ്. ആലോചിച്ചു, നിക്കാഹിന്റെ സദസ്സുകൾ ആരുടെ സംസ്കാരം? ഖിയാമത്ത് നാൾ അടയാളമാണ്. ഇസ്ലാമിക ചൈതന്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. നിക്കാഹിന് നടക്കുന്ന ഇസ്ലാമിക ശരീഅത്ത്, ആ ഖുതുബയും ആ നിക്കാഹും ആ ഇജാബ് ഖബൂൽ ആ സന്ദർഭത്തിൽ മാത്രം ഒരു 5 മിനിറ്റ് സമയം. അതങ്ങാണ് 1 മണി കൂടിപ്പോയാൽ എന്തെല്ലാം പ്രശ്നങ്ങളാ. ഇതെല്ലാം കഴിഞ്ഞ് കബിൽത്തു ഇഷ്ടപ്പെട്ടോ തൃപ്തിപ്പെട്ടോ അൽഫാത്തിഹ യാ അല്ലാഹ് സംഭവം കഴിഞ്ഞു. അതാണ് ഒറിജിനലായിട്ട് ഇപ്പൊ നിക്കാഹ് നടക്കുന്നത്. ബാക്കി എല്ലാം നടക്കുന്നത് പിശാചിന്റെ പണിയാണ്. ആണും പെണ്ണും എന്നിട്ട് ഒരുമിച്ചിരുന്ന ഒരു ഡാൻസ്, ആണുങ്ങളും പെണ്ണുങ്ങളും ഇതൊക്കെ മുസ്ലിങ്ങളെ. എന്നാൽ ആലോചിച്ചോക്ക്, നീ നെറ്റിലെടുത്തിട്ടാണ്. നെറ്റില് വടക്കോട്ടൊക്കെ പോകണം കല്യാണത്തിനൊക്കെ ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ടുവന്ന ടിപ്പറിൽ പെട്ടിയോട്ടോയ്ക്കകത്ത് ക്രെയിനകത്ത് തൂക്കിയിട്ടുണ്ട് പോവാണ്. ക്രെയിനകത്ത് എന്നാൽ ആഖിറത്തിൽ നരകത്തെ ഇവിടെ കൊണ്ടുപോകുന്ന രംഗം അല്ലാഹു ദുനിയാവിൽ വെച്ച് കാണിച്ചു കൊടുക്കാൻ. വെറുതെ പറയല്ല, വടക്കോട്ട് നമ്മളൊക്കെ പ്രസംഗിക്കാൻ പോകുന്നില്ല. ഇവിടൊക്കെ പോയിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്, പച്ചയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ എന്ത് ഫായിദ? ആര് കേൾക്കാൻ? കേൾക്കൂലല്ലോ. വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ വല്ലാ മുസ്തക്ബിറാ കല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖുർആനിന്റെ ഓരോരോ വാക്കുകളും വചനങ്ങളും അതിലുള്ള സത്യസന്ദേശങ്ങളും ഈ ജനങ്ങളുടെ മുന്നിൽ ഓതിക്കൊടുത്താൽ വല്ലാ മുസ്തക്ബിറാ, അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അഹങ്കാരികളായി ധിക്കാരികളായി അവൾ പുറകോട്ട് പോകും. കല്ലം യസ്മഅഹാ, ഇങ്ങനെ ഒരായത്ത് ഞാൻ കേട്ടിട്ടേ ഇല്ല. കഅന്ന ഫീ ഉദ്നൈഹി വഖറാ, പരിശുദ്ധ ഖുർആൻ ഓതി നിന്റെ മുന്നിൽ ദീനിന്റെ കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോ അത് കണ്ടിട്ട് കാണാതെ കേട്ടിട്ട് കേൾക്കാത്തതിനെ പോലെ നീ നടന്നാൽ നിന്റെ ചെവിയിൽ എന്തോ ഒരു അടപ്പ് വീണത് പോലെയാണ്. നബിയേ, ആ ഖുർആനിനെ അവഹേളിച്ച് ഓടുന്നവനോട് പറയണേ, നാളെ നാണം കെട്ട ശിക്ഷയെ കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കണേ ഹബീബേ. പരിശുദ്ധമായ ഖുർആന്റെ വാക്കുകൾ കേൾക്കാതെ കണ്ട് ഇസ്ലാമിന് എതിരായ പ്രവൃത്തികളാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നെങ്കിൽ വിട്ടേ. അവരോട് പറ, സന്തോഷ വാർത്ത അറിയിച്ചാൽ നാളെ നരകത്തിൽ മാരകമായ ശിക്ഷയായിരിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരി, അന്ത്യനാളിന്റെ അടയാളം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ പിൻപറ്റുന്ന കാലഘട്ടമായിരിക്കും. എല്ലാ സ്ത്രീകളും പുരുഷന്മാരുടെ കോലം കെട്ടുന്ന കാലഘട്ടമായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അർബഅത്തുൻ, 4 വിഭാഗക്കാർ, യുസ്ബിഹൂന ഫീ ഖളബില്ലാഹ് വയുംസൂന ഫീ സഖത്തില്ലാഹ്. 4 വിഭാഗക്കാരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ് രാവിലെയും വൈകിട്ടും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദി അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിൻ നിസാ വൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർ റിജാൽ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ്, പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണാണ്. നബിയുനാ റസൂലുള്ളാഹി ഖിയാമത്ത് നാളായിട്ട് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകുന്ന നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ പാന്റ് ടീഷർട്ട് വേണമെങ്കിൽ ചുമ്മാ ഒരു മഫ്ത, അത് ചുമ്മാ പേരിന് ഒരു ടീഷർട്ട്, ഇത്രയേ ഉള്ളൂ. ഇത് ഖിയാമത്തിന്റെ അടയാളം. ആണുങ്ങൾ പെണ്ണിന്റെ വശത്തിന്. ആണുങ്ങളോ അവന്റെ കയ്യിലൊരു ചെയിന്, കഴുത്തിലൊരു ചെയിന്, ഇല്ലേ, കഴുത്തിലൊരു ചെയിന്, കയ്യിലൊരു ചെയിന്, ഒരു പൂന്നൂല്, ഇതൊക്കെ കെട്ടിയിട്ട് ആണുങ്ങൾ നടക്കുക. ഇത് പെണ്ണുങ്ങൾ ഇടേണ്ട സാധനമല്ലേ, ആണുങ്ങൾ ഉള്ളിടാൻ പോലെ എന്തിന്? അങ്ങനെ അവൻ ചെയ്തു കഴിഞ്ഞാൽ ഖിയാമത്തിന്റെ അടയാളമാണ്. മൃഗങ്ങളോട് വേഴ്ച ചെയ്യുന്നവൻ അല്ലാഹുവിന്റെ കോപത്തിന് അധീനനാണ്. സ്വവർഗ പ്രേമികളെ, സ്വവർഗ ഭോഗികളെ, അവർക്കും അല്ലാഹുവിന്റെ ശാപമാണെന്ന് പറഞ്ഞു. ഖിയാമത്തിന്റെ അടയാളമാണ്, അന്ത്യനാളിന്റെ അടയാളമാണ്. ആണിനെ കൊണ്ട് തൃപ്തിപ്പെടും, പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന നാണം കെട്ട വീഴ്ചയ്ക്ക് ജനങ്ങളെ തയ്യാറാകുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിനും ഹദീസിനും ഇസ്ലാമിക ആദർശങ്ങൾക്കും എതിരായി ഈ സമുദായം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യാ സൽമാൻ യലി ഉമ്മതി ഖൗമുൻ ജുസഫുഹും ജുസഫുൻ നാസ്. എന്റെ സമുദായത്തിന്റെ ഭരണത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് അന്നൊരു വിഭാഗമായിരിക്കും സൽമാൻ. ജുസഫുഹും ജുസഫുൻ നാസ്, അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെയാണ്. വഖുലൂബുഹും ഖുലൂബുശ് ശയാത്തീൻ, അവരുടെ ഹൃദയങ്ങളോ പിശാചിനെ പോലുള്ള ഹൃദയമാണ്. ഇൻ തകല്ലമൂ ഖതലൂ, അവർക്കെതിരെ നീ സംസാരിച്ചാൽ അവർ നിങ്ങളെ കൊന്നുകളയും. വഇൻ സകതൂ ഇസ്തബാഹൂ, അവർക്കെതിരെ സംസാരിക്കാതെ അവർ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾക്ക് നീ മൗനം ദീക്ഷിച്ചാൽ അത് തന്നെ ലാക്കെന്ന് കരുതി നിയമങ്ങളെ അവർ മാറ്റിമറിക്കും. ഇതുവരെ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിനെ ചവിട്ടി മെതിക്കുകയും ഇസ്ലാമിക ആദർശങ്ങളെ മാറ്റത്തിരുത്തൽ വരുത്തുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും സൽമാൻ. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ സമുദായം കണ്ടാൽ തകൂനു ഇമാറത്തുൻ നിസാ വ മുശാവറത്തുൽ ഇമാം. അന്ന് അധികാരത്തിന്റെ 50% പെണ്ണുങ്ങളായിരിക്കും സൽമാൻ. അന്ന് പുരുഷന്മാര് പോലും, അധികാരികളായിരിക്കുന്ന പുരുഷന്മാര് പോലും സ്ത്രീകളോടായിരിക്കും മുശാവറ ചെയ്യുന്നത് സൽമാൻ. അങ്ങനെ ഒരു കാലം വന്നാൽ വരുമോ നബിയേ? അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ യകൂനുൽ മതറു ഖൈളാ വൽ വലദു ഖൈളാ വതഫീദുൽ ലിആമു ഫൈളാ വതഗീദുൽ ലിആമു ഖൈളാ വതഫീദുൽ കിറാമു ഫൈളാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടാൽ അന്ന് മഴ അല്ലാഹു പിടിച്ചു വെക്കും സഹാബ. യകൂനുൽ മതറു ഖൈളാ, മനുഷ്യന് ആവശ്യമുള്ള മഴ ലഭിക്കുകയില്ല സഹാബ. വൽ വലദു ഖൈളാ, മക്കളെല്ലാം പിഴച്ചു പോവുകയും മാതാപിതാക്കളുടെ വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുകയും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും.
തെമ്മാടികൾ അന്ന് അധികരിക്കുന്ന കാലഘട്ടമായിരിക്കും. സാലിഹീങ്ങളായ മാന്യന്മാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമായിരിക്കും. നബീന റസൂലുള്ളാഹി ഒരു കാലഘട്ടം വന്നാൽ ശരിയല്ലേ? ഒതുങ്ങി ഇറക്കാൻ പറ്റുമോ? പറ്റുന്നില്ല, വരാൻ പോതേ ഉള്ളൂ. പർദ്ദ ധരിക്കണ്ടെന്ന് ലോക സൂക്കി സമ്മേളനം നടന്നു. സൂക്കി സമ്മേളനം, സൂഫിയല്ല സൂക്കി സമ്മേളനം. എന്നിട്ട് അതിനകത്ത് തീരുമാനം എടുത്തല്ല പർദ്ദ ഒന്നും ധരിക്കണ്ടെന്ന്. ഹൗസ് ധരിക്കണ്ടെന്ന് പറയാൻ ഏറ്റവും വലിയ ഹൈറായിപ്പോയി. ഏറ്റവും വലിയ സമ്മേളനം ലോക സൂക്കി സമ്മേളനം, ചന്ത സമ്മേളനം. ആ സമ്മേളനത്തിൽ എന്ന കാര്യങ്ങളെന്ന് ആലോചിച്ചു. മോഡിയെ വിളിച്ചിട്ട് മുസ്ലിങ്ങൾ ആദരിച്ച് തൊപ്പിയിട്ട് കൊടുത്ത് സ്വീകരിച്ചില്ല. ചോടോ മോഡി വിളിച്ച ചാപ്പാട് പഠിച്ചിട്ട് അവൻ കൊടുത്ത കാവ്യ വസ്ത്രം മുസ്ലിയാക്കന്മാർ പോയി തല പിടിച്ച് ഒരാഴ്ച വെട്ട് തലക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. മുസ്ലിയാക്കന്മാർ അല്ലേ? അവന്റെ കാവ്യ നമ്മൾ സ്വീകരിച്ചു. നമ്മളെന്ന ഒരു തൊപ്പി ആദരിച്ച് വെച്ചു കൊടുത്താൽ സ്വീകരിക്കണം. അയാളുടെ ആദർശം അയാൾ ഉറക്കെ പിടിച്ചു. മുസ്ലിമാന്റെ ആദർശം അവിടെ കൊണ്ടവൻ പണയപ്പെടുത്തി. ഖിയാമത്തിന്റെ അടയാളം നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വയൽതമിസു ദുനിയാ ബിഅമലിൽ ആഖിറ. ആഖിറത്തിന്റെ പേരും പറഞ്ഞ് ദുനിയാവിനെ കച്ചവടം ചെയ്യുന്ന ഉലമാക്കൾ എന്നുണ്ടാകും. വയുബാഉ ദീനു ബിദ്ദുനിയാ. ദുനിയാവിന് വേണ്ടി ദീനിനെ കച്ചവടം ചെയ്യുന്നവരുണ്ടാകോ. ആ കാലഘട്ടത്തിൽ സമ്പന്നനെ ഉയർത്തി പൊക്കിക്കാട്ടുന്ന കാലഘട്ടമായിരിക്കും. നബിയുനാ റസൂലുള്ളാഹി സമ്പന്നന്മാരെ വ്യക്തി പറയും. അവരൊക്കെ ഭരണാധികാരികൾ, അവരൊക്കെ അവരെന്ത് കാണിച്ചാലും എന്ത് തോന്നിയാസം കാണിച്ചാലും അവരെയൊക്കെ പൊക്കി പൊക്കി പറയും. അങ്ങനത്തെ ഒരു കാലമായിരിക്കും. അത് ഖിയാമത്തിന്റെ അടയാളമാത്തോടുകൂടിയേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അതാണ് വാക്കാൻ. എല്ലാ സംഭവം വന്നില്ലേ? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം വന്നില്ലേ? ഏകദേശമൊക്കെ എല്ലാം വന്നു. ഇനി നമുക്ക് പ്രസംഗം നിർത്താം. എൻ്റെ അടുത്ത് ഷഫീഖ് ഉസ്താദ് പറഞ്ഞു, ചോദിച്ചാൽ മതി, തരുന്നവർ തരട്ടെ, പിന്നെ ബാക്കി കണ്ട. ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് വരുന്ന ചങ്ങാതി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചിരുന്നു. ദ്വാരക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലണ്ടടാ നാളെ കൊണ്ടുവരും അല്ലേ? കവറൊക്കെ കൊടുത്തിട്ടില്ല. പെണ്ണുങ്ങളൊക്കെ നാളെ ആലോചിച്ച് അല്ലാഹ്. പെണ്ണുങ്ങളൊന്നും പോയാൽ പെട്ടെന്നൊന്നും കിട്ടുന്ന പോലെ പ്രതീക്ഷിക്കൊന്നും വേണ്ട. കുറേയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കണം, എന്നാലേ ഒന്ന് ചിരിക്കത്തുള്ളൂ മുഖത്ത് നോക്കിയിട്ട്. അതാണ് അതിൻ്റെ ശൈലി, അങ്ങനെ തന്നെയാണ്. പെട്ടെന്നില്ലേ? നബിതങ്ങൾ പറഞ്ഞല്ലേ, ഒറ്റയടിക്കൊന്നും നിവർത്താൻ പറ്റാത്ത സാധനമാണ് ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. ഒറ്റയടിക്ക് നിവർത്താൻ പറ്റില്ല, കുറെ ത്യാഗം സഹിക്കണം. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പെണ്ണുങ്ങൾക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു സംഭവം എല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു വണ്ടിയുടെ ചരിത്രവും ചിതറി വീണ് കിടക്കുന്ന ആ രക്തവും ശരീരത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പരവൂര് വെടിക്കെട്ട അപകടമൊക്കെ ഒന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങന്മാരിപ്പം പൈസ ഇറക്കിത്തരും. അതല്ലാതെ കണ്ട് മാന്യമായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലൊന്നും കൊടുക്കുകയൊന്നുമില്ല. ഇതൊക്കെ അങ്ങനെ തന്നെ എല്ലാം ഇടയ്ക്ക് മറിക്കണം. മൊത്തത്തിൽ ചോദിക്കുമ്പോൾ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻഫഖി. ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖിന്റെ മകളോട് പറഞ്ഞു, അസ്മാ, നീ ചെലവ് ചെയ്യും. വലാ തുഇ ഫയുഇ അല്ലാഹു അലൈക്. നീ പിടിച്ചു വെക്കരുത് കേട്ടോ, അള്ളാഹു നിനക്കും പിടിച്ചു വെക്കും. നീ ചെലവ് ചെയ്യണം, എങ്കിൽ അള്ളാഹു നിനക്കും ചെലവ് ചെയ്ത് ഇഷ്ടം പോലെ തരും. നീ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു നിനക്കും പിടിച്ചു വെക്കും. അതുകൊണ്ട് നീ ചെലവ് ചെയ്യണം. അവരെ പെണ്ണുങ്ങളെ നോക്കിയിട്ടാണ് നബിയുടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ കൂടി നിന്നൊരു ചെറിയൊരു സഹായമൊക്കെ നമ്മുടെ ഈ സാധുക്കളായ കുട്ടികൾക്ക് ചെയ്തു കൊടുത്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഈ പദ്ധതിയെ പരിപൂർണമായി വിജയിപ്പിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. വാഖിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم انزل في المقعد المقرب عندك يوم القيامه. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. يا حي يا قيوم برحمتك نستغيث اصلح لنا شأننا كله ولا تكلنا الى انفسنا طرفة عين. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നസീഹത്ത് നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ സദഖകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ നീ മാപ്പാക്കണേ അല്ലാഹ്, ഒഴിവാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഇസ്രാഫുകൾ, അനാവശ്യങ്ങൾ, അശ്ലീലങ്ങൾ നീ മാപ്പാക്കി താ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന നന്മയുടെ പേരിൽ ഞങ്ങളുടെ തിന്മകളെയെല്ലാം നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് താ അല്ലാഹ്, ഹിഫ്ളിൽ ബർക്കത്ത് താ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഉസ്താദന്മാർ, മുതല്ലിമീങ്ങളെ, മുദരിസന്മാരെ എല്ലാവരും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉഖറവികളായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്.
നരകത്തിന്റെ അവകാശികളാക്കല്ലേ അല്ലാ, ദുനിയാവിന്റെ പണ്ഡിതന്മാരാക്കല്ലേ അല്ലാ. അള്ളാഹുവെ, പല പല രോഗങ്ങൾ, അപൂർവമായ രോഗങ്ങൾ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, മാരകമായ രോഗങ്ങളെ തൊട്ട്, ചികിത്സയില്ലാത്ത രോഗങ്ങളെ തൊട്ട് അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു. അള്ളാഹ് പടച്ചവനെ, കുഷ്ഠരോഗത്തിൽ നിന്ന്, അർബുദത്തിൽ നിന്ന്, പാണ്ടിൽ നിന്ന്, വെള്ളപ്പാണ്ടിൽ നിന്ന്, അള്ളാഹുവെ ക്യാൻസറിൽ നിന്ന്, റഹ്മാനെ വിഷ രോഗങ്ങളിൽ നിന്ന് പടച്ചവനെ നിന്നോട് കാവൽ തേടുന്നു. അള്ളാഹ് നീ മാപ്പാക്കിത്ത പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളുകളും ആലിമീങ്ങളും സാലിഹീങ്ങളും സാലിഹാത്തുകളും ആക്കണേ അള്ളാഹ്. വഴിപിഴപ്പിക്കല്ലേ പടച്ചവനെ റബ്ബേ. മാതാപിതാക്കൾ ഗുണം ചെയ്യുന്ന പുറത്തഴിനായ മക്കളെ താ പടച്ചവനെ. വിവാഹം കഴിച്ച് മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ദമ്പതികൾക്ക് സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അള്ളാഹ്. സാലിഹത്തായ മക്കളെ കൊടുക്കണേ അള്ളാഹ്. പടച്ചവനെ, നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണം നൽകിയവർ, അള്ളാഹുവെ ഇതിനു വേണ്ട 1 രൂപയെങ്കിലും തന്ന് സഹായിച്ചവർ, അള്ളാഹു നീ അവരെ സഹായിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കണേ അള്ളാഹ്. പടച്ചവനെ, ഈ പദ്ധതിയെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഈ യുവാക്കളെ നീ അർശിന്റെ തമല് കൊടുത്ത് നീ ആദരിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.